മാത്യു ഓഡിബിൾ അല്ലേ? അഫ്രിനെ ഓഡിബിൾ അല്ലേ? ഓക്കെ. Good evening, everyone. On behalf of IEEE SDC SIT, in association with the IEEE Computer Society Kerala chapter and IEEE Young Professionals Kerala section, I extend a warm and heartfelt welcome to all of you to Gitverse. Today's session is dedicated to exploring Git and GitHub, two essential tools that have become the foundation of modern software development and collaboration. We hope this session helps you to understand version control, streamline your workflow, and build confidence in using these tools for your future projects. We are privileged to have Mr. Matthew Joseph, PA, our campus lead of NewLearn, ISIT, as our resource person. Once again, a warm welcome to all our esteemed speaker and to all the participants, and wishing you all a wonderful learning experience. Thank you. And let's begin. Okay, ഞാൻ audible അല്ലേ? Yes. Okay, thank you, Diana, and thank you IEEE SBI SIT for giving this opportunity. And അതിനു മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. Myself Matthew Joseph PA, and ഞാനിപ്പോ ഫൈനൽ ഇയർ ആണ് കമ്പ്യൂട്ടർ സയൻസ് ഇൻ ആദിശങ്കര, ആൻഡ് ഐ ആം ക്യാമ്പസ് ലീഡ് ഓഫ് NewLearn ASIT, ആൻഡ് ഓൾസോ ഞാൻ ഡിസൈൻ ടീമിലൊക്കെ ഉണ്ടായിരുന്നു IEEE. ആൻഡ് മെയിൻലി ഡിസൈനർ ആണ്. ഇപ്പൊ കുറെ നാളായിട്ട് ഡിസൈനിങ് ആണ്, ആൻഡ് ഇപ്പൊ കോഡിങ്ങും അതുപോലെ തന്നെ ഗിറ്റബ് കുറച്ച് ആളായി യൂസ് ആക്കിയിട്ട്, പിന്നെ ഞാൻ നേരത്തെ യൂസ് ആക്കുമായിരുന്നു, നന്നായിട്ട് യൂസ് ആക്കി അത്യാവശ്യം സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം ടഫാണ് ഒരു ഗിറ്റ് പഠിക്കാൻ അല്ലെങ്കിൽ ഗിറ്റബ് പഠിക്കാൻ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്യാവശ്യം സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടും മനസ്സിലാകാത്തൊരു സംഭവമാണ് ഗിറ്റും ഗിറ്റബും. അപ്പോൾ ഞാനപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട്, കുറച്ചും കൂടി ഈസിയർ വേയിൽ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. അധികം കോംപ്ലക്സ് ആക്കാണ്ട് ഈസി ആയിട്ട് കുറച്ചും കൂടി ഫണ്ണായിട്ട്, എന്താ പറയാ, എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ചായിട്ട് ഇപ്പൊ ഡിസൈനിങ്ങിലായിരുന്നു, ടെക്കിലോട്ട് കുറച്ച് ബാക്കിലാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. ബ്രോ എന്താണ് അങ്ങനെ ചെയ്യാനത്, അത് ചെയ്യാൻ എന്താണ് എന്നാൽ ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ സ്റ്റാർട്ട് ആക്കിയാലോ? എല്ലാവരും സെറ്റ് അല്ലേ? പിന്നെ മാക്സിമം പറ്റുവാണെങ്കിൽ എല്ലാവരും എന്താ പറയാ, ലാപ്പ് എടുത്ത് വെക്കുക ഫ്രണ്ടിൽ, മീറ്റ് മാക്സിമം ഫോണിൽ കയറാൻ നോക്കുക. എന്നിട്ട് ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾ മാക്സിമം ലാപ്പിൽ ചെയ്യാൻ നോക്കുക. പറഞ്ഞത് ഞാൻ പറയും മാത്രം ചെയ്താൽ മതി. ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യലായിരിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ഇസ് ദെയർ എനിവൺ ഹു ഡസൻറ്റ് നോ മലയാളം? ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മലയാളം അറിയാത്തവരായിട്ട് ആരില്ലല്ലോ? ഓക്കെ, അപ്പോ രക്ഷപ്പെട്ടു. അപ്പൊ എനിക്കിപ്പോ ഇനിയിപ്പോ സമാധാനത്തോടെ എടുക്കാം, കാരണം ഞാൻ കുറച്ചുകൂടി മലയാളത്തിൽ ആയിരിക്കും എടുക്കാൻ പോണത്, അതുകൊണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്യാമറ ഓഫ് ആക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പ്രസന്റേഷൻ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റാവോ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ, ഓക്കെ. ഇതിനു മുന്നേ ഗിറ്റ് ആൻഡ് ഗിറ്റബ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് തംസപ്പ് ഇട്ടത്. ഒന്നും കൂടി ഇടും, അതായത് ഗിറ്റ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അമീൻ ചെയ്തിട്ടുണ്ട്, ലക്ഷ്മി ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബാക്കി ആർക്കും ഇതുവരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ഇതുവരെയും ഗിറ്റ് യൂസ് ചെയ്തിട്ടില്ല,
ആദ്യമായിട്ടാണ് ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യും. അതായത് ഗിറ്റ് ആദ്യമായിട്ടാണ് കേൾക്കണത്, അങ്ങനെ ആരെങ്കിലും ഇപ്പൊ കേൾക്കണത് പോട്ടെ, അങ്ങനെ അധികം ചെയ്യാൻ അറിയില്ല, ബിഗിനർ ആണ്, കംപ്ലീറ്റ്ലി ബിഗിനർ ആണ്, അങ്ങനെയുള്ളവർ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യും, ജസ്റ്റ് ഒന്ന് അറിയാനാണ്. ഓക്കെ, സാറ് കംപ്ലീറ്റ്ലി ബിഗിനർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ കുറച്ച് പേരുണ്ടല്ലോ, ഒരു 3 പേര്. ബാക്കി എല്ലാവർക്കും ഓക്കെ 4. ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവർക്കും ബേസിക്സ് അറിയാം, എല്ലാവർക്കും. ഓക്കെ 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 4. ഓക്കെ, അപ്പൊ കുറച്ച് പേർക്ക് അറിയില്ല. ഓക്കെ ഓക്കെ, ഇതില് CS അല്ലാതെ വേറെ ബ്രാഞ്ചിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടാ, വേറെ കോളേജിൽ നിന്നുള്ളവരുണ്ടാ? ആദിശങ്കരല്ലാതെ വേറെ ഏതെങ്കിലും കോളേജിൽ നിന്ന്? GCW. GC വയനാട്. ഓക്കെ 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 ഓക്കെ, അപ്പം എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? ഓക്കെ, പുറത്തുനിന്നുണ്ട് കാരൻ കോളേജ്. ഓക്കെ, കാറിന്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗിറ്റ്വേഴ്സ് എന്നാണ് നമ്മുടെ സെഷൻ, നമ്മുടെ ഈവെന്റിന്റെ നെയിം. ഓക്കെ, അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ വാട്ട് ഈസ് ഗിറ്റ്, എന്താണ് ഗിറ്റ്? ഇപ്പൊ കുറെ പേർക്ക് ഇതിൽ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തോട്ടാ. ഇപ്പൊ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തോ. ഇപ്പൊ ഹാൻഡ് റൈസ്, അല്ല സോറി, ഹാൻഡ് റൈസ് മാറ്റിക്കോ. ഹാൻഡ് റൈസ് ചെയ്താലും ഹാൻഡ് റൈസ് മാറ്റിക്കോ. ഹാൻഡ് റൈസ് ഓൾറെഡി ചെയ്യണവരൊക്കെ താഴ്ത്തിക്കോ. ഓക്കെ 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 ഓക്കെ, ഗിറ്റ് എന്താന്ന് ആർക്കെങ്കിലും അറിയും? ഇതിന് വേണ്ടി കേട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഗിറ്റ് എന്താണെന്നുള്ളത് ഒന്ന് ചാറ്റ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കി പറയാമെങ്കിൽ അങ്ങനെ പറയാം. ആരെങ്കിലും എന്താണ് ഗിറ്റ്? ആർക്കും അറിയില്ല. ജസ്റ്റ് ഗിറ്റ് ഇതുവരെ ആരും കേട്ടിട്ടില്ല. കുറെ പേർക്ക് അറിയാം, ബിഗിനർ അല്ല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഗൂഗിളെങ്കിലും നോക്കിയിട്ട് പറയണേ ആരെങ്കിലും. എന്താണ് ഗിറ്റ്? വെർഷൻ കൺട്രോൾ. ഓക്കെ, ഗുഡ്. അപ്പം എറിക്കിന് മാത്രമേ അറിയുള്ളായിരുന്നു അല്ലേ, ഗിറ്റ് ഒരു വെർഷൻ കൺട്രോളർ ആണ് അല്ലെ? ബാക്കി ആർക്കും അറിയില്ല. അപ്പൊ ബാക്കി എല്ലാരും ഇപ്പൊ ബിഗിനേഴ്സ് ആണ് അപ്പൊ അല്ലെ? ഓക്കെ, എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞുതരാം, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. നമ്മൾ മെയിൻലി ഗിറ്റിനെ വിളിക്കുന്നതാണ് അതൊരു വെർഷൻ കൺട്രോളർ എന്നാണ്. ഒരു എന്താ പറയാ, നമ്മൾ കോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിനകത്ത് നമ്മൾ ചേഞ്ചസ് വരുത്തില്ല, കുറെ ചേഞ്ചസ് വരുത്തും. ആ ചേഞ്ചസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഗിറ്റ് എപ്പോഴും, നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അത് ട്രാക്ക് ചെയ്യാനാണ് നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഗിറ്റ് ആരെ ഡെവലപ്പ് ചെയ്തെന്ന് അറിയും. അതായത് ഗിറ്റ് ഡെവലപ്പ് ചെയ്തത് ലിനക്സിന്റെ ഒക്കെ നമ്മുടെ ഡെവലപ്പർ ഇല്ലേ, ലിനക്സ് കേർണൽ, അതിന്റെ ഡെവലപ്പറാണ് ഇതും ഡെവലപ്പ് ചെയ്തത് ഗിറ്റ്. പുള്ളിയുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി, യൂസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്താണെങ്കിലും പിന്നീട് അത് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക്, ഗിറ്റും ഗിറ്റബും അറിയാതെ നിങ്ങൾക്ക് ജോലി കിട്ടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതായത് നിങ്ങൾക്ക് ഗിറ്റ് ആൻഡ് ഗിറ്റബും അറിയില്ല, നിങ്ങൾക്ക് ജോലി കിട്ടൂല. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. അഥവാ ജോലി കിട്ടില്ലെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഫീൽഡിൽ, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടൂല. ഇനി അഥവാ കിട്ടിയാലും നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് എഗ്രി ചെയ്യണ ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് റിയാക്ഷൻസ് ഇടാം. അതായത് ഗിറ്റ് ആൻഡ് ഗിറ്റബ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ബേസിക് സംഭവമാണ് ഗിറ്റ് ആൻഡ് ഗിറ്റബ്. അതായത് നമുക്ക് ഗിറ്റ് ആൻഡ് ഗിറ്റബ് അറിയില്ലെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ടീമിന്റെ ഒപ്പം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതൊക്കെ എന്താ പറയാ, ഗിറ്റ് ആൻഡ് ഗിറ്റബിന്റെ ഒരു മെയിൻ ഇതാണ്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ ഗിറ്റ് ഒരു വെർഷൻ കൺട്രോളർ ആണ്. ഓക്കെ, അത് എറിക്ക് ഇപ്പൊ പറഞ്ഞു, ഗിറ്റ് ഈസ് എ വെർഷൻ കൺട്രോളർ. അപ്പൊ എറിക്കിന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് അങ്ങനെ വെർഷൻ കൺട്രോളർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എറിക്ക് പോയാ ഓക്കെ, കുഴപ്പമില്ല, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇവിടെ 2 ഫോട്ടോ ഉണ്ട്, achu.jpg, appu.jpg. അതായത് മറുകുള്ളവൻ അപ്പു, മറുകില്ലാത്തവൻ അച്ചു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതാണ് ഞാൻ ഫൈനലായിട്ട് എഡിറ്റ് ചെയ്തത്? ഞാൻ ഇതിനകത്ത് ഒരെണ്ണം എഡിറ്റ് ചെയ്ത ഇമേജ് ആണ്. അതായത് ചിലപ്പോ വേണമെങ്കിൽ ഞാൻ സാധാ ഒരു ഇമേജ് ഇരുന്നേച്ചാൽ ഞാൻ ഒരു മറുകിട്ടു,
അല്ലെങ്കിൽ ഞാൻ മറുകിട്ട ഇമേജിൽ മറുകുണ്ടായിരുന്ന ഒരു ഇമേജിൽ നിന്ന് മറുക് ഞാൻ റിമൂവ് ചെയ്തു. ഇതിൽ ഏത് വേണമെങ്കിലും ഫൈനൽ ആവാം. കാരണം ഞാൻ ഫൈനൽ എന്ന് പറഞ്ഞ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് സേവ് ചെയ്തേക്കുന്നത് achu.jpg എന്നും appu.jpg എന്നാണ്. ഇപ്പൊ സാധാരണ നമ്മൾ ഫോൾഡർ എടുത്ത് നോക്കാൻ നേരത്ത് achu.jpg കണ്ട് appu.jpg കണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏതാണ് ഫൈനൽ, നമ്മുടെ ഫൈനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും PDF ഒക്കെ യൂസ് ചെയ്യണമായിരിക്കും, PPT യൂസ് ചെയ്യാറുണ്ടാവും. ഇതെല്ലാം ഇപ്പൊ ഡിസൈനേഴ്സിന് കുറച്ചും കൂടി കത്തും. ഇപ്പൊ PPT PDF ഒക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യണവരായിരിക്കും. അപ്പൊ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്താ ചെയ്യാറ്? ഓരോ തവണ എഡിറ്റ് ചെയ്യുമ്പോഴും PPT ഫൈനൽ, അത് കഴിയുമ്പോൾ അടുത്തതിൽ PPT ഫൈനൽ ഫൈനൽ, അത് കഴിയുമ്പോൾ അടുത്തതിൽ PPT ഫൈനൽ ഫൈനൽ ഫൈനൽ, അങ്ങനെ ഇട്ടിട്ടിട്ട് പോകും. നിങ്ങൾ കുറെ അയക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് മനസ്സിലാവില്ല നിങ്ങൾ ഫൈനൽ ഇതിനകത്ത് ഏതാണ് ഫൈനൽ PPT, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് ഈ ഒരു പ്രോബ്ലമാണ് ഗിറ്റ് സോൾവ് ചെയ്യണത്. അപ്പൊ ഇതെങ്ങനെ ഗിറ്റ് സോൾവ് ചെയ്യും? ഗിറ്റ് സോൾവ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ ഗിറ്റ് ഇതിനെ ഓരോരോ വെർഷൻ ആക്കും. അതായത് ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇനി അടുത്ത് ഞാനിപ്പോ ഇവിടെ ഒരു മറുകി ആഡ് ചെയ്തു. അപ്പൊ അതിനെ ഗിറ്റ് എന്താ പറയാ വെർഷൻ 2 ആക്കും. ഇനിയിപ്പോ എനിക്ക് ഇനിയും വീണ്ടും ഇതിൽ എഡിറ്റ് വരുത്തണം. അപ്പൊ അതെന്താവും? ഞാൻ ഇനി ഇതിലടുത്ത് എഡിറ്റ് വരുത്തി കഴിയുമ്പോ എന്താവും? എടാ ആരെങ്കിലും വേണമെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞോട്ടോ. കാരണം ഞാൻ ആ ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീനിലോട്ട് വന്നില്ല, ഞാൻ ഈ PPT പ്രസന്റ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയുകയാണെങ്കിൽ പറയാം, ഞാനൊന്നും പറയുന്നില്ല. അടുത്ത ഞാൻ ഇനി ഒരു എഡിറ്റിംഗ് കൂടി വരുത്തി കഴിഞ്ഞാൽ അത് എന്തെന്ന് പറഞ്ഞ് സേവ് ചെയ്യും ഗിറ്റ്? വേർഷൻ 3. യെസ് വേർഷൻ 3. അപ്പൊ ഞാനിപ്പോ ഒരു ഞാൻ എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് പൂക്കിയാക്കി. അപ്പൊ എന്താ പറ്റിയ വെർഷൻ 3 ആയിട്ട് അത് സേവ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഗിറ്റിന്റെ യൂസ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഗിറ്റ് എന്തിനാണ് യൂസ് ചെയ്യണത്? ഗിറ്റ് എന്ന് പറഞ്ഞത് ഒരു വെർഷൻ കൺട്രോളർ ആണ്, ഒരു ടൂളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ്. അതിന് ഒരു വെർഷൻ കൺട്രോളർ എന്നാണ് നമ്മൾ ഒരു ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും? റിയാക്ഷൻ ഉണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. കാരണം ഞാൻ PPTയുടെ സ്ക്രീനിലാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ എന്താണ് റിയാക്ഷൻ ഇടണ്ട, എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ ഇനി കുറച്ചങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ചാറ്റൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്ക് ഓൺ ആക്കി പറയണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്തത് ഗിറ്റ് ഏകദേശം മനസ്സിലായി. ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് ഇനി നോക്കാം അത് ഗിറ്റ് ഹബ് എന്താണ്. ഗിറ്റ് മനസ്സിലായി, ഇനി ഗിറ്റ് ഹബ് എന്താണോ. ഇനി വാട്ട് ഈസ് ഗിറ്റ് ഹബ്? ആർക്കെങ്കിലും പറയാൻ പറ്റും വാട്ട് ഈസ് ഗിറ്റ് ഹബ്? നമ്മൾ ഗിറ്റ് നോക്കി, അപ്പൊ ഗിറ്റ് ഹബ് എന്തായിരിക്കും? ചേഞ്ചസ് ഗിറ്റ് ഹബിൽ അപ്ലോഡ് ചെയ്യാം, ബട്ട് മിസ്റ്റേക്സ് ചേഞ്ച് റിവേർട്ട് ചെയ്യാം. ഓക്കെ, അത് അങ്ങനെ റിവേർട്ടിന്റെ കാര്യം ഇപ്പൊ നമ്മൾ നോക്കണ്ട. നമ്മൾ ഗിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടൂളാണ് അല്ലെ, നമ്മുടെ സിസ്റ്റത്തിലുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കോഡ് ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും നമ്മൾ എന്താ പറയാ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യണം. ഇത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞാൽ. ഒരു വെബ്സൈറ്റ് ആണ്, ടൂൾ അല്ല, ഒരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നമ്മുടെ കോഡൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇടാൻ പറ്റും. മനസ്സിലായില്ലേ? എങ്ങാനും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ലാപ്പിൽ എല്ലാം നിങ്ങളുടെ പ്രൊജക്ട് എല്ലാം സേവ് ആക്കി വെച്ചു. നിങ്ങളെല്ലാം ഇപ്പൊ ഗിറ്റ് ഹബ് ഒന്നും ഇറങ്ങിയിട്ടില്ല, ആ സമയത്ത് ഇല്ല. നിങ്ങളെല്ലാം നിങ്ങളുടെ ലാപ്പിൽ നിങ്ങൾ സേവ് ആക്കി വെച്ച് പെട്ടെന്ന് നിങ്ങളുടെ ലാപ്പ് കത്തിപ്പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എവിടെയും സ്റ്റോർ ആയിട്ട് ഇരിപ്പില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട് ഒക്കെ നിങ്ങൾ ഗിറ്റ് ഹബിലോട്ട് ഇട്ട് കഴിഞ്ഞാല് ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വേറെ ലാപ്പ് നിങ്ങൾക്ക് മേടിച്ചാലും ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ പ്രൊജക്ട് സേവ് ആയിട്ട് ഗിറ്റ് ഹബിൽ കിടക്കും, ആ വെബ്സൈറ്റിൽ കിടക്കും. ഇതിനാണ് മെയിൻ ആയിട്ട് ഗിറ്റ് ഹബ്. ഗിറ്റ് ഹബ് മെയിൻലി എന്തിനാ യൂസ് ചെയ്യണത്? അതൊരു വെബ്സൈറ്റ് ആണ്. മെയിൻലി യൂസ് ചെയ്യണത് കൊളാബറേഷൻ, ടീമായിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ പ്രൊജക്ട് ഒക്കെ ക്ലൗഡിൽ സേവ് ഇടാനും വേണ്ടിയിട്ടാണ് ഗിറ്റ് ഹബ് യൂസ് ചെയ്യണത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടം വരെ ഏകദേശം മനസ്സിലായില്ലേ? ഗിറ്റ് ആൻഡ് ഗിറ്റ് ഹബ് എന്താണെന്ന് ഏകദേശം ഐഡിയ ചെയ്യില്ലേ? ഓക്കെ, ഇത് സെയിം തന്നെ ഞാൻ പറഞ്ഞ ഗിറ്റ് ഈസ് എ വെബ്സൈറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് മാനേജ് അവർ കോഡ് യൂസിങ് ഗിറ്റ്. അതായത് കുറച്ചും കൂടി ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ പോലെ. അതായത് നമ്മൾ ഗിറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വിഷ്വൽ ആയിട്ട് നല്ല വൃത്തിക്ക് കാണാം, അത്രേ ഉള്ളൂ.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഗിറ്റിൽ ചെയ്ത സംഭവം നമ്മളിപ്പോ ഗിറ്ററിൽ ഇട്ടു. അതുപോലെ തന്നെയല്ലേ നമ്മൾ ഇപ്പൊ ഒരു ഫോട്ടോ, അപ്പൊ ആ ഒരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും? സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഗിറ്ററിൽ. അതായത് നമ്മൾ ചെയ്ത കോഡ് നമ്മൾ ഗിറ്ററിൽ അപ്ലോഡ് ചെയ്യുന്നു, ബാക്കിയുള്ളവർക്ക് കാണാം, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാം, എല്ലാം ചെയ്യാം. അതേ സെയിം കൺസെപ്റ്റ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മളൊരു ഫോട്ടോ എടുത്തു, നമ്മൾ നല്ലൊരു ഫോട്ടോ ലാസ്റ്റ് വെർഷൻ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത സാധനം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞത്. ഗിറ്റും ഗിറ്റബും ഏകദേശം മനസ്സിലായി തോന്നും കണ്ട. ഇപ്പൊ ഗിറ്റും ഗിറ്റബും ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല്, ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് എന്താ, ഒരു ക്യാമറ പോലെ. അതൊരു ക്യാമറ എന്നൊരു ടൂളല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ. നമുക്ക് ഓരോ തവണ ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ തവണ സേവ് ആയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് എടുത്ത ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് എടുത്ത ഫോട്ടോ എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗിറ്റബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ഫോട്ടോസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ ഇതാണ് ഗിറ്റബ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മൾ ഈ ക്യാമറയിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലം, ബാക്കിയുള്ളവർക്കും കാണാം, എല്ലാവർക്കും അഭിപ്രായങ്ങളൊക്കെ പറയാം എന്നുള്ള രീതിയിൽ ഇടാനുള്ള സ്ഥലമാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഗിറ്റും ഗിറ്റബും നമ്മുടെ സിസ്റ്റത്തിൽ ഒന്ന് സെറ്റ് ചെയ്യാം, കാരണം സെറ്റപ്പ് ചെയ്യാം. കാരണം ഇപ്പൊ കുറച്ച് പേരുടെ ഉണ്ടാവും ഓൾറെഡി, അവർ കുഴപ്പമില്ല. അല്ലാത്തവരുടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇതിനകത്ത് ഇവിടെ ഒരു ലോഗോ വന്നേക്കുന്നുണ്ട് പുതിയതായിട്ട്. ഇതിപ്പോ ഗിറ്റിന്റെ ലോഗോയാണ്, ഇത് ഗിറ്റ് ഹബിന്റെ ലോഗോയാണ്. ഇത് എന്തിന്റെ ലോഗോ ആണെന്ന് ആർക്കെങ്കിലും അറിയാം? ഇത് ഈ ലോഗോ ആർക്കും അറിയില്ല. ഇതിന്റെ ലോഗോ, ഈ ലോഗോ എന്താണ്? ആ, വി എസ് കോഡ്. ആ, എല്ലാവർക്കും അറിയാലേ. എന്തെങ്കിലും ആഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇരുന്നേണം, എന്തെങ്കിലും ഇപ്പഴാ വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി എന്തൊക്കെ വേണം? വി എസ് കോഡ് എന്തിനാന്ന് വെച്ചാൽ, വി എസ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് എഡിറ്റർ ആണ്, നമുക്ക് കോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. പിന്നെ ഗിറ്റബും ഗിറ്റും ഞാൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആരുടെയും കയ്യിൽ ഇപ്പൊ എന്റെ ഓൾറെഡി ഉണ്ട്, ഗിറ്റും ഗിറ്റബൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ട്? ഇല്ലാത്തവര്? ഇല്ലാത്തവർ ആരും? എല്ലാവരെങ്കിലും ഉണ്ടോ ഗിറ്റ്? അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യായിരുന്നു. വേണമെങ്കിൽ ആ ഒരു കോൺഫിഗറേഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറയണേ, അല്ലെങ്കിൽ ലാസ്റ്റ് പണിയാകരുത് നിങ്ങൾക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. അതെ, ഓക്കെ, കുറച്ച് പേരുടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ജസ്റ്റ് പറയാം. ഇപ്പൊ ജസ്റ്റ് ഉള്ളവരും ജസ്റ്റ് ഒന്ന് ഇതെടുത്തൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, സെർച്ച് ചെയ്ത്. അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കണം. അതായത് ടെർമിനലിൽ നിന്ന് അടിച്ചാലും മതി, അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് ഇവിടെ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. അതെടുത്തിട്ട് നമ്മൾ എന്താ പറയാ, ഗിറ്റ് മൈനസ് മൈനസ് വെർഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഗിറ്റിന്റെ വെർഷൻ കാണിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കട്ടെ. പിന്നെ എല്ലാവരുടെയും കയ്യിൽ വി എസ് കോഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഗിറ്റ് ഹബിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അപ്പൊ ഇതില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതില്ലാത്ത ആരൊക്കെ ഉണ്ട്? ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത്. അത് വരാത്തവർ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. കാരണം നിങ്ങളാരും ഇങ്ങനെ പേടിക്കുന്നുണ്ട്. ഞാനൊന്നും നിങ്ങളെ ഇങ്ങനെ എന്താ പറയാ, നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കളിയാക്കിയൊന്നുമില്ല. മാക്സിമം നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. ഞാൻ മാക്സിമം അതാണ് കുറച്ചും കൂടി ഫൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചേക്കണം. നമ്മൾ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ജസ്റ്റ് ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ സെഷൻ എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആരും മിണ്ടുന്നില്ല. അമീനൊക്കെ ഉണ്ടല്ലോ, അമീൻ ഓട്ടോമേറ്റിൽ ഉണ്ടാവില്ലേ? കണ്ടോ, പേര് വിളിച്ചിട്ട് വരും മൈക്കോണായിട്ടുള്ള. ഓക്കെ, അപ്പൊ എടാ എല്ലാരെങ്കിലും ഉണ്ടോ? ഞാൻ പെട്ടെന്ന് അടുത്തയിലോട്ട് പോകാനായിരുന്നു. എന്തായാലും ആരൊന്നും പറയാത്ത സ്ഥിതിക്ക് വൺ മോർ ടൈം ആ കോഡ് പറയും. ഗിറ്റ് മൈനസ് മൈനസ്, ഗിറ്റ് സ്പേസ് അടിക്കണം, ഇവിടെ കുറച്ച് സ്പേസ് അടിക്കണേ. ഗിറ്റ് കഴിഞ്ഞ് സ്പേസ് അടിച്ചിട്ട് മൈനസ് മൈനസ് വെർഷൻ, ആ ഒരു ഇത് ഐഫോൺ ഐഫോൺ
ഗിറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗിറ്റ് ഇല്ലെന്ന് കാണിക്കും. അതായത് ഗിറ്റ് വേർഷൻ, ഓക്കെ, ഗിറ്റ് വേർഷൻ ഉണ്ട് മിക്കവാറും. എന്തായാലും ഞാൻ ഒന്നും കൂടി ജസ്റ്റ് പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഗിറ്റ് ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്രോമിൽ ചെന്നിട്ട് ഗിറ്റ് ഡൗൺലോഡ് എന്നെല്ലാം കൊടുക്കുക. അപ്പൊ ഇത് വരും, ഒരു ലിങ്ക് വരും. ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് git-scm.com, ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്, ഗിറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറെ ഇത് ചോദിക്കും, അതെല്ലാം നെക്സ്റ്റ് അടിച്ച് വിടുക, ലാസ്റ്റ് ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത്രയും ചെയ്ത് വെച്ചോ. ബാക്കി അപ്പോഴത്തേക്കും ഞാൻ ബാക്കി പറയാം. പിന്നെ അതുപോലെ തന്നെ ഇതില്ലാത്തത്, ഗിറ്റബ് അക്കൗണ്ട് ഇല്ലാത്തവര് ഗിറ്റബ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലിങ്ക് വരും. ആദ്യത്തെ ലിങ്കാണ് github.com എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും. ഈ ലിങ്ക് വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ, ഇവിടെ കൊടുത്താൽ ഓക്കെ, സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഗൂഗിൾ എടുത്ത് സൈനപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈനപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഇല്ല. ജസ്റ്റ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഒക്കെ വരും. വേണമെങ്കിൽ അത് സ്കിപ്പ് അടിച്ച് വിടുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. എന്തിനും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സ് എന്തെങ്കിലും ഇട്ടാൽ മതി. വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയാ, എല്ലാം അടിച്ചു കൊടുക്കുക. ലാസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സംഭവം സെറ്റ് ആവും. കുറച്ച് ഇങ്ങനെ ഇതൊക്കെ ചോദിക്കും, പ്രിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അതെല്ലാം ഓക്കെ അടിച്ച് വിട്ടാൽ മതി, സ്കിപ്പ് അടിച്ചിട്ടാൽ മതി. അത്രേ ഉള്ളൂ. ഗിറ്റബിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം. അതാണ് അടുത്ത ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ ചെന്നിട്ട് നമുക്കൊരു ഗിറ്റബില് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അതായത് നമുക്കൊരു യൂസർ നെയിം ഇല്ലേ, നമ്മുടെ യൂസർ നെയിമും കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ പറയാ, മെയിൽ ഐ ഡി ഇല്ലേ, നമ്മൾ ആ ലോഗിൻ ചെയ്ത മെയിൽ ഐ ഡി, അത് ഇവിടെ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാല് കോൺഫിഗ്, നമ്മൾ ആദ്യം ഇതെടുക്കണം കേട്ടോ, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് git config --global, പിന്നെ യൂസർ ഡോട്ട് നെയിം, എന്നിട്ട് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം അടിച്ചു കൊടുക്കണം. യൂസർ നെയിം എവിടെ കിട്ടുമെന്ന് വെച്ചാല് നമ്മുടെ ഗിറ്റബ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റബ് അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ടാവും. ഞാൻ ഇവിടെ എന്റെ ഗിറ്റബ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാല് ഇത് കണ്ട, ഞാൻ ഗിറ്റബ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു, അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ കാണാതെ മാത്യു ജോസഫ് ടി എന്ന് ഇവിടെ കാണുന്നില്ലേ, ഇതാണ് എന്റെ യൂസർ നെയിം. അത് നമ്മൾ ഇവിടെ കൊടുക്കണം. എവിടെ, ഇതിൽ കൊടുക്കണം. ഞാനിവിടെ ഉണ്ട് മാത്യു ജോസഫ് ടി എ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് എൻ്റർ അടിക്കുക. ഞാനിപ്പോ ഓൾറെഡി കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കാത്തത്. അത് കഴിഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞ് എല്ലാം റൺ ആയി കഴിയുമ്പോൾ അടുത്തത് ഗിറ്റ് കോൺഫിഗ് --global യൂസർ.ഇമെയിൽ എടുത്തിട്ട് നിങ്ങളുടെ മെയിൽ കൊടുക്കുക. എന്താണ് നിങ്ങളുടെ മെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ഗിറ്റബിൽ സൈനപ്പ് ചെയ്ത ആ സെയിം മെയിൽ ഐ ഡി തന്നെ ഇരിക്കണേ, അത് കൊടുക്കുക. എൻ്റർ വിളിക്കുക. അപ്പൊ നിങ്ങളുടെ സംഭവം എല്ലാം സെറ്റായി, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗിറ്റ് എല്ലാം കോൺഫിഗർ ആയി. ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എവിടെയെങ്കിലും വെച്ച് സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഞാൻ ഇത്തിരി സ്പീഡാണ്, കാരണം നമുക്ക് ആകെ 1.5 മണിക്കൂറുള്ളൂ. അപ്പൊ ഞാൻ അതാണ് കുറച്ച് സ്പീഡ് കുറക്കണമെങ്കിൽ ഞാൻ ഇത്തിരി കുറക്കാം. ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? ഗിറ്റ് എന്താണെന്നും പഠിച്ചു, ഗിറ്റബ് എന്താണെന്ന് പഠിച്ചു, നമ്മുടെ ഗിറ്റ് ഡൗൺലോഡ് ചെയ്തു, ഗിറ്റബിൽ അക്കൗണ്ട് തുടങ്ങി, അതുപോലെ തന്നെ ഗിറ്റ് നമ്മൾ സിസ്റ്റത്തിൽ കോൺഫിഗർ ചെയ്തു. ഇത്ര സെറ്റ് അല്ലേ? ഓക്കെ, ഇത്രയും സെറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ആരും അങ്ങനെ അധികം ബിഗിനേഴ്സ് അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര ഇതിലോട്ട് പോണില്ല. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സെറ്റപ്പ് ഒക്കെ സോറി, വി എസ് കോഡ് പറഞ്ഞില്ലേ? വി എസ് കോഡും നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് വി എസ് കോഡ് ഒന്ന് സെർച്ച് ചെയ്യാം. വി എസ് കോഡ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് നല്ല മാറി. ഓക്കെ, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വി എസ് കോഡ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എല്ലാം ഓക്കെ അടിച്ച് വിടുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് തന്നെ അല്ലല്ലേ നിങ്ങൾക്ക് അങ്ങനെ അറിയോ? അതായത്
ഞാൻ പണ്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതല്ലായിരുന്നു ഇതിന്റെ UI മാറിയതായിരിക്കും. ഓക്കെ, എന്തായാലും ഇത് തന്നെ ആയിരിക്കും VS Code.visualstudio.com. ഓക്കെ, അപ്പം ഇത്രയും സെറ്റ് അല്ലേ? എല്ലാരും VS Code ഡൗൺലോഡ് ചെയ്തില്ലേ? ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചെക്ക് ആയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് തംസ് ഡൗൺ ഇടും, അല്ലെങ്കിൽ തംസ് അപ്പ് ഇട്ടോ. എല്ലാം സെറ്റ് ആണെങ്കിൽ, ഇതുവരെയുള്ള എല്ലാം സെറ്റ് ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ. ഒരാളുള്ളൂ. ഓക്കെ 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 ഓക്കെ. എല്ലാരും റിയാക്ഷൻസ് ഇടണേ മാക്സ്, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്, നിങ്ങൾ എന്റെ ഒപ്പം എത്തി എല്ലാം മനസ്സിലായെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോണത് കുറച്ച് ടേംസ് ആണ്. നമ്മൾ എപ്പോഴും ഈ നിങ്ങളിപ്പോ ഗിറ്റബിന്റെ ഒക്കെ സെഷൻ കയറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കുറെ ടേംസ് പറയും. റെപ്പോസറി, പിന്നെന്താ പറയാ, പുള്ള്, പുഷ് എന്നൊക്കെ കുറെ സംഭവങ്ങളൊക്കെ പറയും. നമുക്കിതൊന്നും മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ. ആദ്യം കയറുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്കും എന്താ പറയാ, ഇതൊന്നും മനസ്സിലാവില്ല, ഇതെന്താ സംഭവം, ഇതിനെന്താ ഈ പറയണം, അങ്ങനെ തോന്നും. അപ്പൊ എന്താണ് റെപ്പോസറി? അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓരോ ഫോൾഡർ ഇല്ലേ, ആ ഫോൾഡറിന് ഗിറ്റബിൽ കുറെ ഫോൾഡർ ഉണ്ടാവും. നമ്മുടെ പ്രൊജക്ടിന്റെ ഫോൾഡർ, നമ്മൾ കുറെ ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിനെ വിളിക്കുന്ന പേരാണ് റെപ്പോസിറ്ററി. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫോൾഡർ ഇല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡർ, അതുപോലെ നമ്മൾ ഗിറ്റബിൽ ഫോൾഡറിനെ വിളിക്കുന്ന പേരാണ് റെപ്പോസിറ്ററി. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് എന്നുള്ളത് വാട്ട് ഈസ് readme.md. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സാധനം. അതൊരു ഫയലാണ്. നമ്മൾ ഇടക്ക് നമ്മൾ എന്താ പറയാ, നമ്മുടെ ഗിറ്റബിൽ നമ്മൾ റെക്കോർഡ് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊജക്റ്റിനെ പറ്റി ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഡോക്യുമെന്റേഷൻ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ അവർക്ക് ആ ഡോക്യുമെന്റേഷൻ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, എന്താണെന്ന് പ്രൊജക്ട് അറിയാൻ വേണ്ടി. അതാണ് ജസ്റ്റ് റീഡ്മി. അത് നിങ്ങൾ പിന്നീട് മനസ്സിലാവും. ഓക്കെ, പിന്നെ വാട്ട് ഈസ് ലോക്കൽ ആൻഡ് റിമോട്ട്. അതായത് ഇതിൽ ലോക്കൽ, റിമോട്ട് എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ലോക്കൽ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഓർത്താൽ മതി, നമ്മുടെ സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, അതാണ് ലോക്കൽ. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഗിറ്റബിനെയാണ് റിമോട്ട് എന്ന് പറഞ്ഞാൽ. അതായത് റിമോട്ടില്, ക്ലൗഡില്, അതായത് നമ്മുടെ സിസ്റ്റം ലോക്കലിലല്ല, പകരം റിമോട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്, അവിടെ പുറത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് റിമോട്ട് എന്ന് പറഞ്ഞാൽ. ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം. ഇനി അടുത്തത്, നമുക്ക് ഗിറ്റ് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഗിറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രൊജക്ട്സിനെ യൂസ് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രൊജക്ട് ചെയ്യും. നമ്മുടെ കോളേജിലൊക്കെ ഉള്ളവർക്ക് അറിയാം, മിനി പ്രൊജക്ട് ഉണ്ടാവും, മേജർ പ്രൊജക്ട്, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ പ്രൊജക്ട്, നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് എന്താ പറയാ, നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഗിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടീം പ്രൊജക്ട്സ്. അതായത് നമ്മൾ ഹാക്കത്തോണൊക്കെ പോയില്ലേ, ഹാക്കത്തോണൊക്കെ പോയിട്ടില്ല, ഹാക്കത്തോൺ പോകാത്തവരുണ്ടാവും, ഹാക്കത്തോൺ പോകാത്തവരുണ്ടാവും. ഓക്കെ, അപ്പൊ ഹാക്കത്തോൺ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടീമായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ ടീം പ്രൊജക്റ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ എന്താ പറയാ, ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റിന്റെ ഫുൾ കോഡും പബ്ലിക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് പബ്ലിക്കിന് ആർക്കും വേണമെങ്കിലും അവരുടെ കോഡ് എടുത്ത് നോക്കാം, എന്തിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസ്റ്റാഗ്രാം എടുത്തു, ഇൻസ്റ്റാഗ്രാമിന്റെ കോഡ് ഇപ്പൊ പബ്ലിക് ആയിട്ട് ഉണ്ടെന്ന് നോക്കുക നിങ്ങൾ. ഇപ്പൊ ഇല്ല, ഇൻസ്റ്റാഗ്രാം പബ്ലിക് അല്ലാതെ പ്രൈവറ്റ് ആണ്, അവർക്ക് മാത്രമുള്ള ആക്സസ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ സോഴ്സ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നണേണ്, ശരി എന്താ പറയാ, കമന്റിന്റെ അവിടെ ലിങ്ക് കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ കമന്റിൽ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല, അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായാൽ നല്ലതായിരുന്നു. അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റബിൽ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ കോഡ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അങ്ങനെ ഒരു ഫീച്ചർ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നീട്, ഞാനിപ്പോ പിന്നീട് പറഞ്ഞോമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇതൊരു നല്ല ഫീച്ചർ ആണ്, ഇത് വേണമെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്യാം. മനസ്സിലായോ? അതാണ് ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും എന്താ പറയാ, പബ്ലിക്കായിട്ട് കാണാം, അവരുടെ റിക്വസ്റ്റ്, അവരുടെ കോഡൊക്കെ നമുക്ക് കാണാം, നമുക്ക് എഡിറ്റിംഗ് ചെയ്യാം. മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് നമുക്ക് പേഴ്സണൽ പ്രൊജക്ട് എങ്ങനെയാണ് നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ സ്വന്തം ഒരു പ്രൊജക്ട്, ഞാനിപ്പോ ഒരു സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കാൻ വേണം. അപ്പൊ ഞാൻ അതിനെങ്ങനെ ഗിറ്റ് യൂസ് ചെയ്യും? അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാല്, ഞാൻ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ആദ്യം ഗിറ്റബിൽ ചെന്നിട്ട് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞാനിപ്പോ ഞാനൊരു സ്വന്തമായിട്ട് ഞാനിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറയും.
ഞാൻ എന്റെ സ്വന്തമായിട്ട് ഞാനിപ്പോ ഇരിക്കുമ്പോൾ ഞാൻ പ്രൊജക്ട് ചെയ്യാൻ പോകും. ഞാനിപ്പോ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഇപ്പൊ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഞാനിപ്പോ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി, മൈ പ്രൊജക്ട് എന്തെങ്കിലും പറഞ്ഞ് ഞാനൊരു ഫോൾഡർ നെയിം ഇട്ട് മൈ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. ഞാൻ ഇനി അതിൽ കയറി, ഞാൻ ഇനി ഫോൾഡറിനകത്ത് കയറി. അപ്പൊ ഫോൾഡർ എംപ്റ്റി ആണ്, ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നും ഫോൾഡറിൽ ഇട്ടിട്ടില്ല. ഇനി എനിക്ക് വി എസ് കോഡിൽ എടുക്കണം, ഈ ഫോൾഡർ തന്നെ വി എസ് കോഡിൽ എടുക്കണം. അപ്പൊ കുറച്ചുകൂടി ഒരു എളുപ്പവഴിയുണ്ട്, കുറച്ചുകൂടി ട്രിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഇല്ലേ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല്, എന്നിട്ട് നിങ്ങൾ കോഡ് സ്പേസ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു ഫയല്, ഈ ഒരു ഫോൾഡർ നമുക്ക് എന്താ പറയാ വി എസ് കോഡിൽ ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, കോഡ് സ്പേസ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ വി എസ് കോഡിൽ സെയിം ഫോൾഡർ ഓപ്പൺ ആയി വരും. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്റെ ഫോൾഡർ ക്രിയേറ്റ് ആയി. ഇനിയിപ്പം അടുത്ത എന്താ, ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് ഞാനൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഗിറ്റബിൽ ചെന്നിട്ട് ഞാൻ ഗിറ്റബിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. ഇത് ഗിറ്റബിന്റെ ഡാഷ്ബോർഡാണ്, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. എന്താ പറയാ, ഇത് ഫുള്ള് ഇങ്ങനെയൊക്കെ നോക്കാൻ ഇപ്പൊ എനിക്കും കണ്ടാൽ ചിലപ്പോ പേടിയാവും. അപ്പൊ അങ്ങനെ നോക്കണ്ട, നിങ്ങൾ പയ്യെ ഇത് ചെയ്ത് നിങ്ങൾ തന്നെ പഠിച്ചു വന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെപ്പോസിറ്ററി, പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ട ക്രിയേറ്റ് ന്യൂ, ഇവിടെ വേണമെങ്കിൽ ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കാം. ഇപ്പൊ ഇവിടെ എനിക്ക് 47 റെപ്പോസിറ്ററി ഉണ്ട്, അതായത് എനിക്ക് മൊത്തം 47 പ്രൊജക്ട് ഫോൾഡർ ഉണ്ട്. മനസ്സിലായി? അപ്പം 47, അതാണ് ഈ 47 കൊടുത്തത്. റെപ്പോസിറ്ററി 47 ഫോൾഡർ ഉണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. ഞാൻ പുതിയ ഫോൾഡർ, ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഞാനിവിടെ ന്യൂ കൊടുത്തു. ഇതിപ്പോ നിങ്ങൾ ആരും ചെയ്യണമെന്നില്ല, നിങ്ങൾ ആദ്യം ഇത് കണ്ടിട്ട് നമുക്ക് പയ്യെ ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോ ഇത് ആരും ചെയ്യണമെന്നില്ല, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാനിവിടെ ഒരു പ്രൊജക്ട് നെയിം, എന്തെങ്കിലും ഒരു പ്രൊജക്ട് നെയിം ഗിറ്റ് ഡെമോ എന്നോ എന്തെങ്കിലും കൊടുത്തു നോക്കാം. ഗിറ്റ് ഡെമോ അത് ഓൾറെഡി ഉണ്ട്. ഗിറ്റ് വേഴ്സ് കൊടുക്കും. ഓക്കെ, ഗിറ്റ് വേഴ്സ് കൊടുത്തു. എന്നിട്ട് ബാക്കി ഇതൊന്നും നമ്മൾ മൈൻഡ് ആക്കണ്ട. ഇതിനകത്ത് ഇപ്പം വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ആക്കാം. ഇപ്പൊ നമ്മള് ഇതിലിടില്ല, അതായത് ക്ലോസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലൊക്കെ പ്രൈവറ്റ് ആക്കില്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. അതായത് നമുക്ക് മാത്രം കണ്ടാൽ മതി, വേറെ ആരും കാണണ്ട എന്നുള്ള രീതിയിൽ. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊളാബറേഷൻസ് ഇടാട്ടോ, അതായത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി, അങ്ങനെ രീതിയിലൊക്കെ ഇടാൻ പറ്റും. പിന്നെ റീഡ്മി, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സംഭവം, അതിപ്പോ നിങ്ങൾ ഓഫ് ആക്കി ഇട്ടേക്കാം തൽക്കാലം. പിന്നെ ഇവിടെ ഗിറ്റ് ഇഗ്നോർ എന്ന സംഭവം ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കണ്ട, നിങ്ങൾ അതൊക്കെ വിട്ടേക്ക്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഞാനൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു എന്റെ പ്രൊഫൈലില്, അതായത് എന്റെ അക്കൗണ്ടിൽ ഞാനൊരു ഗിറ്റ് വേഴ്സ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ഉണ്ടാക്കി. അതുപോലെ തന്നെ ഞാൻ എന്താ ഒരു എന്റെ വി എസ് കോഡിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഗിറ്റ് ഇനിറ്റ് ചെയ്യണം. നമ്മുടെ നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ലോക്കലില് നമ്മൾ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. അല്ലാതെ ഗിറ്റ് അങ്ങനെ വലിഞ്ഞെന്നും കയറി വരില്ല. മനസ്സിലായി? അവനെ കുറച്ച് എന്താ പറയാ, കുറച്ച് തറവാട്ടിലൊക്കെ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ വിളിച്ചാലേ വരുള്ളൂ, നമ്മൾ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്താലേ വരുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഒക്കെ വിളിക്കുമ്പോ ഒന്നും വരാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം എപ്പോഴും, എന്നാലേ ഗിറ്റ് വർക്ക് ആവുള്ളൂ. അപ്പം ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞാല് ഇനീഷ്യലൈസ് ഗിറ്റ് ഇൻ ദ കറന്റ് ഫോൾഡർ ടേണിംഗ് ഇറ്റ് ഇൻ ടു എ ഗിറ്റ് റെപ്പോസിറ്ററി. അതായത് നമ്മളിപ്പോ ഇതിപ്പോ ഇവിടെ ടെർമിനൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ നമ്മൾ വി എസ് കോഡ് എടുക്കാൻ നേരത്ത് നമുക്ക് ടെർമിനൽ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ടെർമിനൽ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ന്യൂ ടെർമിനൽ കൊടുക്കാം. അപ്പൊ ഇതിനകത്താണ് നമ്മളെല്ലാം ഗിറ്റിന്റെ കമാൻഡ്സ് അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഞാനിപ്പോ എടുത്തെന്ന് പറഞ്ഞാൽ ടെർമിനൽ എടുത്തു, ന്യൂ ടെർമിനൽ എടുത്തു. ഇവിടെ ഇരിക്കും നമ്മുടെ ഗിറ്റിന്റെ കമാൻഡ്സ് അടിക്കാൻ പോകുന്നത്. ഇപ്പൊ കറന്റ്ലി ഞാനിപ്പോ കാണിച്ചു തരാം. ഇതാണ് എന്റെ ഫോൾഡർ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡർ മൈ പ്രൊജക്ട് ആണ്. ഇതിനകത്ത് ഞാൻ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഷോ ഹിഡൻ ഐറ്റംസ് ഒന്നുമില്ല. എന്റെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇല്ല. ഇനി ഞാൻ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോകണം. ഗിറ്റ് ഇനിറ്റ്. അപ്പൊ ഇനീഷ്യലൈസ്ഡ് എംപ്റ്റി ഗിറ്റ് റെപ്പോസിറ്ററി എന്നൊക്കെ പറഞ്ഞൊരു കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് ഹിഡൻ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗിറ്റ് എന്ന് ഒരു സംഭവം നടക്കണണ്ട. ഒരു ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ഹിഡൻ ആയിട്ട് ഒരു സംഭവം കിടപ്പുണ്ട്. അത് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, അത് ഹിഡൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഗിറ്റ് ഇനിറ്റ് ചെയ്തപ്പോ എന്താ പറയാ, ഗിറ്റ് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് വന്നു. നമ്മൾ വിളിച്ചപ്പോ ക്ഷണിച്ചപ്പോ ഗിറ്റ് വന്നു. അതായത് ക്ഷണിക്കാതെ ഒന്നും വരില്ല. ഗിറ്റ് ഇനിറ്റ് എപ്പോഴും കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ അല്ലേ ഗിറ്റ് അത്ര ഇതല്ല, അതായത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല. നമ്മൾ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോ ഗിറ്റ് ഇങ്ങനെ വെറുതെ വന്നിട്ട് വെറുതെ അങ്ങനെ നിൽക്കൂല. ഗിറ്റ് എന്താ ചെയ്യുന്ന വെച്ചാല് ഗിറ്റ് ഇങ്ങനെ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രൊജക്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് ഞാൻ ചെയ്യണത്, എന്താണ് ഞാൻ എവിടെയാണ് എഡിറ്റ് ചെയ്യണത്, എന്താണ് ചെയ്യണത്, എല്ലാം ഇങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെർഷൻ കൺട്രോളറിനെ പോലെ തന്നെ വേറെ ഒറ്റ പേര് വേണമെങ്കിൽ ഒളിഞ്ഞോട്ടക്കാരെന്ന് വിളിക്കാം. അതായത് ഗിറ്റ് എപ്പോഴും നമ്മുടെ സിസ്റ്റം എന്താ പറയാ, നമ്മുടെ പ്രൊജക്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞത്. നമ്മൾ വിളിച്ച് വരുത്തിയ മാത്രമല്ല, ആളെ ഇങ്ങനത്തെ പരിപാടികളുണ്ട്. ഇതൊരു സെറ്റ് അല്ലേ? ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്തല്ലേ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ലോക്കിൽ നമ്മൾ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്തു. സെറ്റ് അല്ലേ? ആർക്കും ബോറടിക്കാന്നില്ലല്ലോ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ ഗിറ്റൊക്കെ ഇനീഷ്യലൈസ് ചെയ്ത് നമ്മൾ ആളെയൊക്കെ വിളിച്ച് വരുത്തി. ഇനിയിപ്പോ അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഈ ഒളിഞ്ഞു നോക്കണം. ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ഒളിഞ്ഞോട്ടക്കാരാണ്. അപ്പൊ ഗിറ്റ് ഓരോന്ന് നോക്കുമ്പോഴും ഓരോന്ന് പറയും. അതായത് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും. അതായത് ഇപ്പൊ ഒരു കോഡ് എഡിറ്റ് ചെയ്തു, ഇപ്പൊ ഒരു പുതിയ ഫയൽ ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അറിയണമെങ്കിൽ ഗിറ്റ് എന്താണ് ഗിറ്റിനോട് ചോദിക്കണം. എന്താ ഉണ്ട് നമ്മൾ ചോദിക്കണേ. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഗിറ്റ് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് എന്നറിയാം. അപ്പൊ ഞാൻ എന്റെ VS കോഡിൽ ചെന്നിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോ നോ കമ്മിറ്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ് ടു കമ്മിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും കാണിക്കാത്തത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് പറയാണ് ഒന്നും ചെയ്തിട്ടില്ല, നോ കമ്മിറ്റ്സ് ആണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഗിറ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്ത് കണ്ടാലും അപ്പൊ പറയും. അപ്പൊ നമ്മൾ അതെന്താ ഗിറ്റ് കണ്ടേന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കണം. അപ്പൊ ഗിറ്റ് എന്ത് കണ്ടാലും ഞാൻ കണ്ടു, അത് ഞാൻ കണ്ടു എന്ന് പറയും. അപ്പൊ അതാണ് ഗിറ്റിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെന്താണ് കണ്ടേന്ന് അറിയണമെങ്കിൽ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുക്കണം. എന്നാലും നമുക്ക് അറിയുള്ളൂ ഗിറ്റ് എന്താ കണ്ടേ. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു ഇതുവരെ മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഗിറ്റ് സ്റ്റാറ്റസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിനകത്ത് നത്തിങ് ടു കമ്മിറ്റ്, ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നത്തിങ് ടു കമ്മിറ്റ് എന്നാണ്. അല്ലാതെ വേറെ സംഭവങ്ങളുണ്ട്. അൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഗിറ്റ് അത് ഇതുവരെ കണ്ടിട്ടുമില്ല, ഇതിപ്പോ വന്നോളൂ, പുതിയതായിട്ട് വന്നു കയറിയതാണ്. അപ്പൊ അതാണ് അൺട്രാക്ഡ് എന്ന് പറയുന്നത്. മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഓൾറെഡി ഒരു സംഭവം ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചേഞ്ച് വരുത്തി. അപ്പൊ ഗിറ്റ് നീ അവിടെ മോഡിഫൈ എന്ന് പറയും. ഇനിയിപ്പോ നമ്മൾ ഗിറ്റ് എല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ആഡ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേജിങ്ങിലോട്ട് പോകും. സ്റ്റേജിങ് എന്ന് പറഞ്ഞൊരു ഫീൽഡിലോട്ട് പോകും. അതൊക്കെ നമ്മൾ വഴിയെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സ്റ്റേജിങ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഗിറ്റ് റെഡി ടു കമ്മിറ്റ് എന്ന് പറയും. അതായത് സ്റ്റേജിങ്ങിലാണ്, ഇനി കമ്മിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇനി കമ്മിറ്റ് ചെയ്യാം എന്ന് പറയും. അതാണ് മെയിൻ ആയിട്ട് ഗിറ്റ് സ്റ്റാറ്റസ്. ഒരു 4 ടൈപ്പ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെ സെറ്റ് അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഗിറ്റ് സ്റ്റാറ്റസ് കണ്ടു. ഇനി അടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിപ്പോ? ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിൽ VS കോഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിവിടെ ഇതാണ് എന്റെ പ്രൊജക്ട്. ഞാനിപ്പോ ഒരു index.html എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കാൻ പറയാം. index.html എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ അതിനകത്ത് ജസ്റ്റ് എന്തെങ്കിലും ഒരു H1 ടാഗില ഹായ് ഹലോ ഇത് കൊടുത്തു. പിന്നെ ഞാനിവിടെ വേണമെങ്കിൽ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാനിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്ത് എന്തായിരിക്കും കാണുന്നത്? ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യു വന്നേക്കണ്ട, ഇവിടെ ഒരു യു കാണിക്കണ്ട. യു കാണിക്കണമെന്ന് വെച്ചാൽ അൺട്രാക്ഡ് ആണ്. അതായത് ഗിറ്റ് ഇതുവരെയും കണ്ടിട്ടില്ല, പുതിയതായിട്ട് വന്നു കയറിയ ഒരു ഫയലാണ്. അതാണ് അൺട്രാക്ഡ്. ഞാൻ ട്രാക്ക് ചെയ്തിട്ടേ ഇല്ല, ഇത് ആദ്യമായിട്ട് വന്നതാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട
അൺട്രാക്ട് ആണ്. നത്തിങ് ആഡഡ് ടു കമ്മിറ്റ് ബട്ട് അൺട്രാക്ട് ഫയൽസ് പ്രസന്റ്. അൺട്രാക്ട് ആണ്. ഇനിയിപ്പോ ഞാൻ ഇത് ഞാനിപ്പോ ആഡ് ചെയ്യാൻ പോണേ ഗിറ്റ് ആഡ് ഇൻഡെക്സ് HTML. ഇതെന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളൊരു സ്റ്റേജിങ് എന്താ പറയാ, നമ്മൾ സേവ് ചെയ്യില്ലേ, നമ്മള് ലോക്കലില് നമ്മൾ സേവ് ചെയ്യണ പോലെയാണ് ഈ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ചെയ്യും. ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തത് എവിടെയാണോ അവിടെ വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കണ പോലെയാണ്. ആ സ്ക്രീൻഷോട്ട് എടുക്കും. നമ്മൾ എവിടെ വെച്ചാണ് ലാസ്റ്റ് സേവ് ചെയ്തത് അവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. അതുപോലെയാണ് ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ഗിറ്റ് ആഡ് ചെയ്തു. ആഡ് ചെയ്യാൻ പറയണേ. ഇപ്പൊ ഗിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ AI യു മാറിയിട്ട് AI. അപ്പൊ എന്താ പറയാ, നമ്മൾ ആഡ് ചെയ്തു, എന്താ പറയാ, ഇനി സ്റ്റേജ് ചെയ്തു നമ്മൾ. ഇനി എന്താ പറയാ, റെഡി ടു കമ്മിറ്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാല് കണ്ട ഇവിടെ എന്താ നോട്ട് കമ്മിറ്റ് ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്. അതായത് ഇത് ഇനി കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്, റെഡി ടു കമ്മിറ്റ് ആണ് ഓൾറെഡി. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ കമ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഗിറ്റ് കമ്മിറ്റ് എന്നിട്ടൊരു -m ഇടണം. -m എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കണം നമ്മൾ എന്താണ് ചെയ്തതെന്ന്. ഇപ്പൊ ഒരു ഡെവലപ്പർ, വേറെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണ ഒരു ഡെവലപ്പർ ഉണ്ടാവും. അപ്പൊ ആ ഡെവലപ്പറിന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുക്കും. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഡബിൾ കോട്ട്സിലാണ് ആഡ് ഇൻഡെക്സ് ഡോട്ട് HTML. അപ്പൊ ഞാൻ എന്താ പറയണത്, ഞാനിവിടെ ഒരു മെസ്സേജ് കൂടി കൊടുക്കണേ ഇറ്റ് കമ്മിറ്റ് -m ആഡ് ഇൻഡെക്സ് ഡോട്ട് HTML. ഞാൻ ഒരു പുതിയ ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് പറഞ്ഞൊരു ഫയൽ ആഡ് ചെയ്തു. ഞാൻ റെഡി കൊടുത്തു. റെഡി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ഇതെല്ലാം പോയി. ഇവിടുത്തെ എന്താ പറയാ, ഇവിടെ എന്തായ ആ ഒരു സിമ്പിൾ പോയി. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, കണ്ട നത്തിങ് ടു കമ്മിറ്റ്. അതായത് എന്റെ എല്ലാം കമ്മിറ്റ് ആയി. ഇനിയിപ്പോ എനിക്ക് ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പൊ ഒരു 2 ഫയലും കൂടി ഞാൻ ആഡ് ചെയ്യാം. സ്റ്റൈൽ ഡോട്ട് CSS എന്ന് പറഞ്ഞൊരു ഫയല്, പിന്നെ ഞാനൊരു സ്ക്രിപ്റ്റ് ഡോട്ട് JS എന്ന് പറഞ്ഞൊരു ഫയലും, 2 ഫയലും കൂടി ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ എന്താ പറയാ, 2 അൺട്രാക്ട് ഫയൽ ഉണ്ട്. പുതിയതായിട്ട് ഞാൻ 2 ഫയൽ ആഡ് ചെയ്തു. അതാണ് ഇവിടെ 2 U വന്നിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ഗിറ്റ് ആഡ്, ഇനിയിപ്പോ ഞാൻ 2 ഫയലുണ്ട്. അപ്പൊ ഞാൻ രണ്ടും ആദ്യം ഗിറ്റ് ആഡ് സ്റ്റൈൽ ഡോട്ട് CS എന്ന് കൊടുത്തു, പിന്നെ എൻ്റർ അടിച്ചിട്ട് വീണ്ടും ഞാൻ ഗിറ്റ് ആഡ് എന്താ പറയാ സ്ക്രിപ്റ്റ് ഡോട്ട് JS അങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുക്കാം, സ്പേസ് ഡോട്ട്. അതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ നമ്മുടെ കയ്യിൽ ചേഞ്ച് ആയിട്ടുള്ള എല്ലാം എന്താ പറയാ സ്റ്റേജിങ്ങിലോട്ട് പോകും, സ്റ്റേജ്ഡ് ആവും. അപ്പം എനിക്കിപ്പോ ഓരോന്നായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ ഞാൻ അടിച്ച പോലെ എനിക്ക് ഇവിടെ എന്താ പറയാ ഗിറ്റ് ആഡ് ഇൻഡെക്സ് ഡോട്ട് HTML അടിച്ച പോലെ എനിക്ക് ഇവിടെ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ ഇപ്പൊ ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാല് ഇവിടെ U ഉണ്ടായതെല്ലാം AI, ഇത് രണ്ടും മാറി. ഇനി അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇറ്റ് കമ്മിറ്റ്, ജസ്റ്റ് ഞാനിപ്പോ ആരോ കീ പ്രസ് ചെയ്താണ്. ഇപ്പം അപ്പാരോ ക്ലിക്ക് ചെയ്തപ്പോ ജസ്റ്റ് ആ പഴയത് വന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ എന്ത് കൊടുക്കും, മെസ്സേജ് ആഡഡ് സ്ക്രിപ്റ്റും ആൻഡ് സ്റ്റൈലും ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഷോർട്ടായി കൊടുക്കുന്നത് കൊടുത്തു. അപ്പൊ ഇതെല്ലാം സേവ് ആയി. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ആണ്. അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ സേവ് ആണ്. പക്ഷെ ഗിറ്ററിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ഇപ്പൊ ഇത്രയും ചെയ്തതെല്ലാം നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലാണ് സേവ് ആയിരിക്കുന്നത്. നമ്മുടെ ഗിറ്ററിലോട്ട് ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഫുള്ള് നമ്മുടെ ഇതിൽ മാത്രം വന്നേക്കുന്നത്. ഗിറ്റ് ആഡും കമ്മിറ്റും ചെയ്ത് കഴിഞ്ഞപ്പോ ഇതുവരെ എല്ലാം സെറ്റ് അല്ലേ? ഞാൻ കുറച്ച് സ്ലോ ആവണ്ടെന്നൊരു സംശയം. നമുക്കിപ്പോ 8 കാലം എന്തായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് ഗിറ്റ് നമ്മൾ ആഡ് ചെയ്തു, കമ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞാൽ ആഡ് സെലക്ടഡ് ചേഞ്ചസ് ടു സ്റ്റേജിങ് ഏരിയ. സ്റ്റേജിങ് ഏരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലോട്ട് ഇതെന്താ പറയുക, നമ്മൾ സെലക്ട് ചെയ്ത ഫയൽസ് എല്ലാം ആ സ്റ്റേജിങ് ഏരിയയിലോട്ട് പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം നടക്കണമെങ്കിൽ ആദ്യം എൻഗേജ്മെന്റ് പിന്നെ കല്യാണം. അതുപോലെ തന്നെയാണ് ഗിറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്താലേ ഇതെല്ലാം സേവ് ആവുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇൻഡെക്സും സ്റ്റൈലും ഉണ്ട്. ഞാൻ ഗിറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡെക്സ് മാത്രം ഞാൻ ആഡ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് മാത്രമേ സ്റ്റേജിങ് ഏരിയയിലോട്ട് പോകുള്ളൂ. ബാക്കി സ്റ്റൈൽ അവിടെ തന്നെ നടക്കും. ഇനിയിപ്പോ ഞാൻ ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം റൈറ്റ് സൈഡിലും നമ്മുടെ സ്റ്റേജിങ് ഏരിയയിലോട്ട് പോകും.
പിന്നെ ഗിറ്റ് കമ്മിറ്റ് മൈനസ് മെസ്സേജ്, ഒരു നമ്മുടെ എന്താ പറയുക, ഒരു സ്നാപ്ഷോട്ട്, ഒരു സ്ക്രീൻഷോട്ട് എടുക്കണേ നമ്മൾ എവിടെ വരെ ചെയ്തത് അവിടം വരെയുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് വിചാരിച്ചത്. സ്ക്രീൻഷോട്ട് എടുക്കണല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു ഇനീഷ്യൽ കമ്മിറ്റും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഞാനൊരു കടയിൽ പോയി ഞാനൊരു ആപ്പിൾ എടുത്തു, സൂപ്പർ മാർക്കറ്റ്. ഞാനത് ഗിറ്റ് ആഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അത് കാർട്ടിലോട്ട് ഇടുകയാണ്. കാർട്ടാണ് ഇവിടുത്തെ സ്റ്റേജിങ് ഏരിയ. കാർട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞ് അടുത്തത് ബില്ല് വരും. ബില്ലിൽ എല്ലാ മെസ്സേജും ഉണ്ടാവും, ഗിറ്റ് കമ്മിറ്റ് മൈനസ്, അത് കഴിഞ്ഞ് ആപ്പിളിന്റെ റേറ്റും എല്ലാം ഉണ്ട്. അപ്പൊ അതാണ് ബില്ലായിട്ട് വരുന്നത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്താണ്, നോക്കണ്ട, അത് കുഴപ്പമില്ല. പിന്നെ അടുത്ത എന്താണ്, ഇനിയിപ്പോ നമ്മള് എല്ലാം സെറ്റ് ആക്കിയൊക്കെ വെച്ച് നമ്മള് സേവ് ഒക്കെ ചെയ്ത് നമ്മള് കമ്മിറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ കിറ്റ് നമ്മളോട് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കിട്ടണ്ടേ, അതായത് ഈ റെപ്പോസിറ്ററിയിലോട്ട് നമുക്ക് സേവ് ചെയ്യണ്ടേ. ചിലവര് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ എന്നൊക്കെ കൊടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ ഫോൾഡർ അപ്ലോഡ് ചെയ്യണത്. അത് അത്ര നല്ലൊരു വഴിയല്ല. കാരണം ഞാനൊക്കെ ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ബിഗിനേഴ്സ് എല്ലാവരും മിക്കവരും അങ്ങനെ ഇരിക്കും. ഹാക്കത്തോൺ ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ എല്ലാ പ്രൊജക്റ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യും കൊണ്ടുവന്നിട്ട്. അത്ര നല്ലൊരു വഴിയല്ല. നമ്മൾ ഡെവലപ്പേഴ്സ് ആണ്, നമ്മൾ ടെർമിനൽ വഴി തന്നെ കമാൻഡ് അടിച്ചടിച്ച് തന്നെ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ച സംഭവം നമ്മൾ ഇവിടെ വന്ന നമ്മൾ ഈ സംഭവം ചെയ്ത നമ്മൾ ഈ VS കോഡിൽ ചെയ്ത സാധനം നമുക്ക് എന്താണ് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റണം. അപ്പൊ അതിന് ഇവിടെ തന്നെ കുറച്ച് നമ്മൾ റെപ്പോസിറ്ററി ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ കുറച്ച് കമാൻഡ്സ് പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഗിറ്റ് ഇനിറ്റ് ഒക്കെ ചെയ്താണ്, നമുക്ക് ഇനി അത് ചെയ്യണ്ട. പിന്നെ ഗിറ്റ് ആഡ് റീഡ്മി, അത് നമുക്ക് ആവശ്യമില്ല. കാരണം വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അത് പിന്നീടാണെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ ഗിറ്റ് കമ്മിറ്റ് മൈനസ് എൻ, അത് നമ്മൾ ആദ്യം ചെയ്തതാണ്, കമ്മിറ്റ് ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി അടുത്തത് ഗിറ്റ് ബ്രാഞ്ച് മൈനസ് എൻ മെയിൻ. അതെന്താന്ന് വെച്ചാല് ഇത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ബ്രാഞ്ചിങ്ങിന്റെ കൺസെപ്റ്റ് തന്നെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഈ ഗിറ്റ് ബ്രാഞ്ച് മൈനസ് എൻ മെയിൻ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാല് ഇതിന്റെ ഇത് കാണാൻ പറ്റില്ല. ഇതിനകത്ത് ഈ നമ്മുടെ ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ ഇവിടെ ചെന്നിട്ട് ഇതെന്റെ VS കോഡാണ്. ഇവിടെ ചെന്നിട്ട് ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഗിറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം ഇത് കൊടുക്കാം. ഈ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, ഈ ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് നമ്മുടെ ഇതാണ്, ഈ കട ഈ ലിങ്ക്, ഈ സെയിം ലിങ്ക് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ. പിന്നെ നമ്മുടെ ഇതിന്റെ ലിങ്ക്, ഈ റിമോട്ട് എന്ന് ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞില്ലേ ഗിറ്റബ് ആണ്, നമ്മുടെ ഗിറ്റബിന്റെ ഇതാണ് റിമോട്ട് എന്ന് പറഞ്ഞാല്. പിന്നെ ആഡ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ റെപ്പോസിറ്ററിയുടെ ജസ്റ്റ് ഒരു ഇരട്ട പേരാണ്. നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫോം എന്ന് പറയാം, ഗിറ്റ്വേഴ്സിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഈ ഒറിജിൻ എന്ന് പറയുന്നത്. അത് ഒറിജിൻ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഒറിജിൻ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ, നമ്മുടെ ആ ലിങ്ക് ഇത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഞാൻ പേസ്റ്റ് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല, പ്രത്യേകിച്ച് ഒന്നും വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ഞാൻ ഇവിടെ ചെന്നിട്ട് ഗിറ്റ് ബ്രാഞ്ച് നോക്കാം, ബ്രാഞ്ച് വരെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ നമ്മുടെ ലിങ്ക് കൊടുത്തു. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ VS കോഡിലുള്ള കോഡും നമ്മുടെ ഗിറ്റബിലുള്ള റെപ്പോയും, അതായത് ഈ ഫോൾഡറും നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള ഫോൾഡറും ഗിറ്റബിൽ കിടക്കുന്ന റെപ്പോസിറ്ററിയും കൂടി കണക്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്ന് പറഞ്ഞ ലിങ്ക്. അത് കഴിഞ്ഞ് ഞാനിപ്പോ ഗിറ്റ് ബ്രാഞ്ച് അടിക്കുമ്പോൾ ഇവിടെ മാസ്റ്റർ എന്നാണ് കിടക്കുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ, അതായത് 2020 ഗിറ്റ് ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് മാസ്റ്റർ ആണ് കിടക്കുന്നത്. ഗിറ്റബിൽ എപ്പോഴും മാസ്റ്റർ ആയിരിക്കും വന്നത്, അതായത് സോറി മെയിൻ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് ഗിറ്റബിൽ വന്നത്. ഇവിടെ ഓൾറെഡി ഇപ്പൊ എന്താ കാണുന്നത്, ഗിറ്റ് ബ്രാഞ്ച് അടിക്കാൻ നേരത്ത് മാസ്റ്റർ എന്ന് പറഞ്ഞ സംഭവമാണത്. പക്ഷെ നമുക്കത് മെയിൻ വേണം, കാരണം ഇപ്പൊ ഗിറ്റബ് എന്താ പറയാ ഒരു പോളിസി മാറ്റി. കാരണം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു വാക്കല്ല, ഒരു കുറച്ച് ഇതുണ്ട് അതിന്റെ ബാക്കിൽ, നിങ്ങൾ അതിനെ പറ്റി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു വാക്കല്ല. അപ്പൊ എല്ലാരും ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച് നെയിം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗിറ്റിൽ ഇപ്പോഴും പഴയ തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഈ മാസ്റ്റർ പോകാത്തത്. അപ്പൊ അത് പേര് മാറ്റാനാണ് നമ്മൾ ഗിറ്റ് ബ്രാഞ്ച് മൈനസ് എൻ മെയിൻ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കൊടുക്കാം.
ഗിറ്റ് ബ്രാഞ്ച് മൈനസ് എന്ന് പറഞ്ഞ മോഡിഫിക്കേഷൻ ആണ്, മോഡിഫൈ ചെയ്യണേ, നമ്മൾ റീനെയിം ചെയ്യണേ. ഗിറ്റ് ബ്രാഞ്ച് മൈനസ് മെയിൻ കൊടുത്തു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? എല്ലാം സെറ്റാണ്. ഇനിയിപ്പോ ഇവിടെ വന്ന സംഭവം ഇവിടെ ഇരിക്കുന്ന സാധനം, ഇവിടെ ഇരിക്കുന്നത് ഈ ഇൻഡെക്സും ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണം നമുക്ക്. അപ്പൊ ഇതിനകത്ത് ഇവര് കൊടുത്തിട്ടുണ്ട് ഗിറ്റ് പുഷ് മൈനസ് ടു ഒറിജിൻ മെയിൻ. അതിപ്പോ നിങ്ങൾ നോക്കണ്ട, ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ നോക്കിയാൽ ഇതെന്തിനാ ഈ മൈനസ് യു യൂസ് ചെയ്യണമെന്ന് വെച്ചാല്, ഇപ്പൊ ഗിറ്റ് പുഷ് മൈനസ് യു ഒറിജിൻ മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇനി തൊട്ട് നിങ്ങൾ ഗിറ്റ് പുഷ് ചെയ്യുന്ന നേരത്ത് ഗിറ്റ് പുഷ് എന്ന് മാത്രം കൊടുത്താൽ മതി. അതായത് ഈ ഒറിജിൻ മെയിനിന് എപ്പോഴും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് എന്തായാലും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, ഗിറ്റ് പുഷ് മൈനസ് യു ഒറിജിൻ മെയിൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ പുഷായി. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ പുഷ് ആവില്ല, കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പുഷ് ആവില്ല. കാരണം ഇവിടെ ഒരു ഓതന്റിക്കേഷൻ നമ്മൾ ഗിറ്റബ് ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഗിറ്റബ് ആയിട്ട് കണക്ട് ചെയ്തില്ല, നമ്മുടെ അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ റെപ്പോസിറ്ററി കണക്ട് ചെയ്ത്, പക്ഷെ നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്യണ്ടേ. അപ്പൊ അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ ഒക്കെ വരും, നിങ്ങൾ അത് ചെയ്യാം. അത് ജസ്റ്റ് ഓതറൈസ് എന്ന് കൊടുത്താൽ മതി. ഓതറൈസ് ബട്ടൺ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓതറൈസ് ആവും, പിന്നെ പുഷ് ആവും. ഇനിയിപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാല് കണ്ട, ഞാൻ അവിടെ ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ വന്നു. ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്തു അതെല്ലാം ഇവിടെ വന്നു. ഇൻഡെക്സ് HTML എടുത്തു കഴിഞ്ഞാല് ഹായ് ഹലോ എന്ന് വന്നിട്ടുണ്ട്, എല്ലാം വന്നു. ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കാണിക്കണേന്, ഞാനിപ്പം ഹായ് ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പി ടാഗിന്റെ അകത്ത് ജസ്റ്റ് ഐ ആം മാത്യു എന്ന് കൊടുക്കാം. ഐ ആം മാത്യു ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് മോഡിഫൈ, കാരണം നേരത്തെ യു ആണ് വന്നത്, ഇപ്പൊ എം ആണ്. കാരണം ഓൾറെഡി ഈ ഗിറ്റ് ഇതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അൺട്രാക്ട് അല്ല, പുതിയൊരു ഫയലല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ഫയലാണ്. അപ്പൊ അതിനകത്ത് നമ്മളൊരു മോഡിഫിക്കേഷൻ വരുത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഗിറ്റ് ആഡ് സ്പേസ് index.html കൊടുത്താൽ മതി. ഡോട്ടാണ് എപ്പോഴും കൊടുത്താൽ മതി, അതാണ് എളുപ്പം. ഗിറ്റ് ആഡ് ചെയ്യുക, പിന്നെ ഗിറ്റ് ആഡ് കഴിഞ്ഞ എന്താണ് കമ്മിറ്റ്, ഗിറ്റ് കമ്മിറ്റ് മൈനസ് എന്താ പറയാ ന്യൂ ആഡഡ് ന്യൂ ലൈൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഇപ്പൊ ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാം വന്നു. ഇനി ഇവിടെ ചെന്നിട്ട് ഞാൻ ഫ്രഷ് അടിച്ച് നോക്കി കഴിഞ്ഞാല് എന്തെങ്കിലും ചേഞ്ച് ആയാ? ഇല്ല, ഇവിടെ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പൊ ചെയ്തത് എന്താണ്, നമ്മുടെ ലോക്കലിലാണ് നമ്മൾ സേവ് ചെയ്തത്. ഇനി ഇതിലോട്ട് വരാൻ എന്ത് ചെയ്യണം? ഗിറ്റ് പുഷ് ചെയ്യണം, അങ്ങോട്ട് തള്ളി ഇടണേണ്, അങ്ങോട്ട് പുഷ് ചെയ്ത് ഇടണേണ്. അപ്പൊ ഗിറ്റ് പുഷ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഗിറ്റ് പുഷ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഇതിൽ നിന്ന്, അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മള് റിമോട്ടിലോട്ട്, അതായത് ഗിറ്റബിലോട്ട് പുഷ് ചെയ്യുന്നു, അതായത് അങ്ങോട്ട് ഇടുന്നു. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് നെയിമാണ് നമ്മുടെ ഈ കാണുന്ന ഈ റെപ്പോസിറ്ററിക്ക്. ജസ്റ്റ് നമ്മളൊരു കോമൺ ആയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് പേര് വിളിക്കുന്നതാണ് ഈ ഒറിജിൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടും ഇടാം, പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും ഒറിജിനാണ് ഇടണം. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല, ഈ ബ്രാഞ്ചാണ്. കണ്ട, ഈ ബ്രാഞ്ചിന്റെ പേര് ഡിഫോൾട്ട് ആയിട്ട് മെയിൻ എന്നായിരിക്കും കിടക്കുന്നത് എപ്പോഴും. അപ്പൊ ആ മെയിൻ ആണ് ഇത്, ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ. ഇനി ഞാനിപ്പോ എൻ്റർ അടിച്ചു കഴിഞ്ഞാല്, അതെ സോറി, ഞാൻ ഇനിയിപ്പോ വേണമെങ്കിൽ എനിക്ക് ഒറിജിൻ മെയിൻ എന്ന് അടിക്കണമെന്നില്ല. ഞാനിവിടെ ഗിറ്റ് മൈനസ് യു എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോഡ് കൊടുത്തതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഗിറ്റ് പുഷ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഗിറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എല്ലാം പുഷ് ആയി, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെന്ന് ഞാൻ റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാല് എന്താ പറയാ, കണ്ട ഐ ആം മാത്യു എന്ന് പറഞ്ഞൊരു സംഭവം കയറി ഇതിലോട്ട്. പിന്നെ ഞാനിവിടെ 3 കമ്മിറ്റ് ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. എന്തൊക്കെയാണ്? ഞാൻ ആദ്യം index.html ആഡ് ചെയ്ത്, പിന്നെ സ്പെക്ടർ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ആഡ് ചെയ്ത്, ന്യൂ ലൈൻ ആഡ് ചെയ്ത്. ഇതാണ് ബേസിക്കലി ഒരു ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ല. ഓൾമോസ്റ്റ് മിക്കവർക്കും ഇത് അറിയാന്ന് തോന്നണം. ബേസിക് ഇത്രയും കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാന്ന് തോന്നണം. അറിയാത്തവർക്ക് ഇപ്പൊ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അപ്പൊ മിക്കവാറും കുറച്ച് ലെങ്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 9 മണിക്ക് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തായാലും ആഡ് ചെയ്തു. ഇനിയിപ്പോ അടുത്തത് എന്താണ്? അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാല്, ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാ, ഗിറ്റ് റിമോട്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഗിറ്റ് റിമോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണക്ഷൻ. റിമോട്ട് ഈസ് എ കണക്ഷൻ ദാറ്റ് ലിങ്ക്സ് യുവർ ലോക്കൽ ഗിറ്റ് റെപ്പോസിറ്ററി ടു
റിമോട്ട് റെപ്പോസിറ്ററി, അതായത് ലോക്കലി കിടക്കുന്ന നമ്മുടെ ഫോൾഡറും നമ്മുടെ ഗിറ്റബിൽ കിടക്കുന്ന റെപ്പോസിറ്ററിയും കൂടി കണക്ട് ചെയ്യുക, അത്ര ഉള്ളൂ. കണ്ട, നമ്മുടെ ഗിറ്റബ് റെപ്പോസിറ്ററിയും നമ്മുടെ ലോക്കൽ സിസ്റ്റം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ പിന്നെ നമ്മുടെ ആ URL കൊടുക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പുഷ് ചെയ്തു ഓൾറെഡി. അതായത് പുഷ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്നത്, അതായത് ലോക്കലിൽ കിടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എവിടെ വെച്ചാണ് കമ്മിറ്റ് ചെയ്തത് അവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം ഗിറ്റബിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണ പോലെ നമ്മൾ എന്താ പറയാ ഗിറ്റബിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ട, ഇപ്പൊ നമ്മളൊരു ക്യാമറയിൽ ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യില്ലേ, പോസ്റ്റ് ഇടൂലേ. അതുപോലെ തന്നെ നമ്മളെല്ലാം സെറ്റ് ആക്കി നമ്മൾ ആഡും കമ്മിറ്റ് ഒക്കെ ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞ സാധനം നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് വരും, ഗിറ്റബിൽ വരും. ഇതാണ് അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫ്ലോ പോലെ പറഞ്ഞേക്കുന്നത്. അതായത് ഗിറ്റ് ഇപ്പൊ ഞാൻ 2 ഫയൽ ആഡ് ചെയ്തു, അത് ഗിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജിങ് ഏരിയയിലോട്ട് പോകും. അത് ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ അടുത്ത നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ലോക്കൽ റെപ്പോസിറ്ററിയിൽ സേവ് ആവും. അത് ഗിറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റബിലോട്ട് വരും. ഇതാണ് മെയിൻ ഒരു എന്താ പറയാ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേഴ്സണൽ പ്രൊജക്ട് എല്ലാം കഴിഞ്ഞു, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്തു. ഇനി അടുത്തത് ടീം പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ. അതായത് ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും, ഓക്കെ. അപ്പൊ ടീമായിട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം ടീം ലീഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ടീം പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാക്കത്തോണൊക്കെ പോലെ ഹാക്കത്തോൺ വന്നിട്ട് നമ്മൾ 4 പേരൊക്കെ ഇട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഈ പണ്ടൊക്കെ ഞാൻ ഇപ്പൊ പ്ലസ് ടു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാല് എനിക്ക് ഗിറ്റബ് ഒന്നും അറിയില്ല. ആ സമയത്ത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പൈത്തൺ ആയിരുന്നു, ഞങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാൻ പൈത്തൺ ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പ്രൊജക്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞാനും കൂട്ടുകാരും കൂടി പ്രൊജക്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എഡിറ്റ് ചെയ്യും, എന്നിട്ട് ആ ഫോൾഡർ അവൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അവൻ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവൻ അതിൽ എടുത്തു വരുത്തും, അത് എനിക്ക് അവൻ അയച്ചു തരും. അങ്ങനെ അത് മാറി മാറി അയച്ചുകൊണ്ടിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. പക്ഷെ ഇപ്പൊ ഗിറ്റബ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അവരവരുടെ ലാപ്പ് എടുത്തിരുന്നിട്ട് ചെയ്യാം. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ചിലവരൊക്കെ വേണമെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ വേണമെങ്കിൽ മിക്കവരും ഒരു ലാപ്പ് കൊണ്ടുവരും, എന്നിട്ട് ആദ്യം കുറച്ചു പേര് ഇരുന്ന് മറ്റാൾ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ മറ്റാളിന്ന് പ്രസന്റേഷൻ ഉണ്ടാക്കും, PPT ഒക്കെ സെറ്റ് ആക്കും. അപ്പോഴത്തേക്ക് ഒരാൾ കിടന്ന് ഉറങ്ങും, അടുത്ത ആളിന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യണത്. പക്ഷെ ഗിറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഗിറ്റബ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കും 3 ലാപ്പിലിരുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് വെച്ച് ചെയ്യാം. ഒരാൾ വേണമെങ്കിൽ ലോഗിൻ പേജ് ചെയ്യാം, അടുത്ത ആൾ ഹോം പേജ് ചെയ്യാം, അടുത്ത ആൾ വേണമെങ്കിൽ ബാക്ക് എൻഡ് ചെയ്യാം. എന്ത് വേണം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഒരു ടീം ലീഡ് ഉണ്ടാവില്ല, ഇതിന്റെ എല്ലാം ഓൾ ഇൻ ഓൾ ഒരു മെയിൻ ആളുണ്ടാവും. എല്ലാത്തിലും ഒരു മെയിൻ ഉണ്ടാവും. അപ്പം ആ മെയിൻ ആള് ആദ്യം ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. ഒരു റെപ്പോസിറ്ററി ഇതിനകത്ത് ആരെങ്കിലും ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും. ആർക്കാണ് എന്നെ സഹായിക്കാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, എന്നാലേ നമ്മൾ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്റെ ഒരു ടീംമേറ്റ് ആവാൻ, ഹാക്കത്തോൺ എന്റെ ഒരു ടീംമേറ്റ് ആവാൻ താല്പര്യം. ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനും. ആരെങ്കിലും ലാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. ആരുമില്ല, ആരെങ്കിലും ഒരാൾ. ലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റും. ലക്ഷ്മി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. ലക്ഷ്മി ചെയ്യാം. ആരും വേറെ ഒന്നും ചോദിച്ചായിരുന്നു ആരെങ്കിലും? ഇല്ല ഏട്ടാ, ചെയ്യാം. ഹലോ ഹലോ, സ്ക്രീൻ ഷെയർ കേക്കാലോ? ചെയ്യോ? കേക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യോ? ഓ, ചെയ്യാലോ. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഇവിടെ സ്ക്രീൻ ഷെയർ ഓൺ ആക്കിയിട്ടുണ്ട്, കാരണം ഞാനും കാണിച്ചു തരാം എന്തായാലും ചെയ്യാൻ പോണത്. അപ്പൊ ഞാനും ലക്ഷ്മിയും ഒരു ഹാക്കത്തോൺ ഒരു ടീമാണ്. അപ്പൊ ഞങ്ങൾ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാൻ പോണത്, അതാണ് ഇപ്പൊ കാണിക്കാൻ പോണത്. ഓക്കെ, ഇത് തന്നെയായിരിക്കും. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവം. അതായത് ഈ സംഭവം ടീം പ്രൊജക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇതാണ് മെയിൻ ആയിട്ട് നമ്മളൊരു കമ്പനിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്ന സംഭവം ഇതെന്തായാലും അറിഞ്ഞിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലക്ഷ്മിയുടെ ഗിറ്റബ് അക്കൗണ്ട് എടുത്തു. ഇനി അതിനകത്തൊരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തേ. ഇത് ക്ലോസ് ചെയ്തു, ആ മീറ്റിന്റെ വിൻഡോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. അതെ, ഒരു പുതിയ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് ഒരു പുതിയ റെപ്പോസിറ്ററി. ഓക്കെ, റെപ്പോസിറ്ററി നെയിം ഇട്ടു. എന്തെങ്കിലും ഒരു പേരിട്ടു. ഓക്കെ, ഇനിയിപ്പം അതെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഇനിയിപ്പോ ഇതിനകത്ത്
ഈ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ പബ്ലിക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെറ്റിങ്സ് ആ സെറ്റിങ്സ് എടുത്ത് ഇതിനകത്ത് കൊളാബറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇതിൽ നമ്മുടെ ടീം ഓക്കെ സൈനിങ് ചേർത്ത് ഓക്കെ അപ്പോഴത്തേക്ക് അത് സെറ്റ് ലക്ഷ്മി അത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് പറയാം. അതായത് നമ്മള് ടീം ഇപ്പൊ ഹാക്കത്തോൺ പോണേണ്. അപ്പൊ എല്ലാരും ഒരു ടീമാണല്ലോ. അപ്പൊ ഈ ടീം നമ്മളെല്ലാരും ഒരു ഇതാകുമ്പോ ഒരാള് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും, റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യും എല്ലാരും. അതായത് കൊളാബറേറ്റേഴ്സിൽ ആഡ് ചെയ്യും. നമ്മുടെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ് അവർക്കൊക്കെ കൊളാബറേറ്റേഴ്സിൽ ആഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാല് അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയാ, അവർക്ക് പെർമിഷൻ കൊടുക്കുകയാണ് ആ റെപ്പോസിറ്ററിലത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പെർമിഷന് വേണ്ടിയല്ല. ഇപ്പൊ ലക്ഷ്മി ഇപ്പൊ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പൊ ലക്ഷ്മി എനിക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അതിൽ തന്നെ ഇഷ്ടമുള്ളത് ചെയ്യാം. കൊളാബറേറ്റീവ്സിൽ ആഡ് ചെയ്താൽ ലക്ഷ്മി ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് കൊളാബറേറ്റീവിൽ ആഡ് ചെയ്യാൻ പറ്റും. കൊളാബറേറ്റീവ്സിൽ ചെന്നിട്ട് ആഡ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ആഡ് പീപ്പിൾ. അതില് മാത്യു ജോസഫ് ടി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ പേര് അതെ അതെ. ഓക്കെ, ഇപ്പൊ ഞാനും ലക്ഷ്മിയും ഒരു ടീമാണ്. അപ്പം എന്താ പറയാ, ലക്ഷ്മി ഇപ്പൊ ഒരു പുതിയ റെപ്പോസിറ്ററി ഒക്കെ ഉണ്ടാക്കി ഞാൻ എന്നെ കൊളാബറേറ്റീവ്സിൽ ആഡ് ചെയ്തു. ഇനിയിപ്പോ ലക്ഷ്മി ഇതെടുത്ത്, അതായത് ഇത് വി എസ് കോഡിൽ എടുക്കും, അതായത് ബാക്ക് എടുക്കും. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത കുറച്ച് സ്റ്റെപ്സ് ഇല്ലേ, അത് വി എസ് കോഡിൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു ചെറിയ ഫയലൊക്കെ ഇട്ടിട്ട് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോ ചെയ്ത സംഭവം തന്നെ ഒന്നും കൂടി ലക്ഷ്മി ചെയ്യണേണ്. ജസ്റ്റ് ഇതുവരെ കാണാത്തവരല്ലെങ്കിൽ ഒന്നൊരു നോക്കിക്കോ. ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഗിറ്റ് എന്ന് പറഞ്ഞു, ഗിറ്റ് എന്തെങ്കിലും വേറൊരു പേര് ഇട്ടുവാണ്. ഓക്കെ, കുഴപ്പമില്ല. ഗിറ്റ് കൊടുത്തു, അത് ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പോ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ചെന്നാല് കോഡ് സ്പേസ് ഡോട്ട്, അതെ കോഡ് സ്പേസ് ഡോട്ട്. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ ഇതിൽ ഓപ്പൺ ആയി, ഫോൾഡർ ലക്ഷ്മിയുടെ വി എസ് കോഡിൽ ഓപ്പൺ ആയി. ഇനി ലക്ഷ്മി അതിനകത്ത് എന്തെങ്കിലും ഒരു ഫയൽ ഉണ്ടാക്കി, എന്തെങ്കിലും ഇൻഡെക്സ് ഡോട്ട് HTML എന്തെങ്കിലും ഒരു ഫയൽ അവിടെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് അതെ ഇൻഡെക്സ് ഡോട്ട് HTML. ഓക്കെ, ഇനി അതിനകത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, എക്സ്ക്ലമേഷൻ അല്ല, എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തു, H1 ലക്ഷ്മി പ്രിയ അങ്ങനെ എന്തെങ്കിലും H1 അതിന്റെ അകത്ത് ലക്ഷ്മി പ്രിയ എന്തെങ്കിലും കൊടുത്തു. ഓക്കെ, മതി, സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തു. ഇനി ടെർമിനൽ എടുത്ത് ന്യൂ ടെർമിനല്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ഞാൻ പറഞ്ഞത്, ആദ്യം വെറുതെ അങ്ങനെ ഗിറ്റ് ഒന്നും കയറി വരില്ല. നമ്മൾ ആദ്യം ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യണം, ഗിറ്റിനെ വിളിച്ചു വരുത്തണം. ഗിറ്റ് ഇനിറ്റ് കൊടുത്തു. ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഇപ്പൊ അവിടെ യു കാണിച്ചിട്ടുണ്ട്, അൺട്രാക്ഡ് ആണ്. അതായത് ആദ്യം ഗിറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, ഗിറ്റ് ആരാ, അയ്യോ എന്റെ പൊന്നു സാറേ എനിക്ക് അറിയില്ലെന്ന് പറയില്ല മറ്റേ ആക്ഷൻ റിവ്യൂല്, അതേ അവസ്ഥയാണ് ഗിറ്റിന്റെ അവസ്ഥ ഇപ്പൊ. അപ്പൊ ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം, ഗിറ്റ് എന്ത് ചെയ്യണം, സ്റ്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഇപ്പൊ സ്റ്റേജ്ഡ് ആയി, റെഡി ടു കമ്മിറ്റ് ആണ്. ഇനി കമ്മിറ്റ് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് -m സ്പേസ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടു, ഇനീഷ്യൽ കമ്മിറ്റ് എന്നാ. ഓക്കെ, കമ്മിറ്റ് ആയി, എല്ലാം സെറ്റായി, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ സേവ് ആയി. ഇനി നമുക്കത് ഗിറ്റബിലോട്ട് കൊണ്ടുവരണ്ടേ. അപ്പം ലക്ഷ്മി ആ ഗിറ്റബ് എടുത്തേ, നമ്മുടെ ആ റെപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെപ്പോ എടുത്തേ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെപ്പോ എടുത്ത്, റെപ്പോ എന്ന് ഉദ്ദേശിച്ച റെപ്പോസിറ്ററിയുടെ ഷോർട്ട് ഫോം ആണ്. ആരും പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. റെപ്പോ എന്ന് പറഞ്ഞാല് റെപ്പോസിറ്ററിയുടെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ഇതിനകത്ത് ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാനുള്ളത് നമുക്ക്, ഞാൻ പറയാം, നമ്മൾ കമ്മിറ്റ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യണത് എന്താണ്, ആ ഗിറ്റ്
ബ്രാഞ്ച് -m മെയിൻ എന്നോ അല്ലെങ്കിൽ ആ റിമോട്ട് ആഡ് കൊടുത്തു, ഗിറ്റ് റിമോട്ട് ആഡ്, അത് ഫുള്ള് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോൾഡറും നമ്മുടെ ലാപ്ടോപ്പിലുള്ള നമ്മുടെ ഫോൾഡറും ഗിറ്റബിൽ കിടക്കുന്ന നമ്മുടെ റെപ്പോസിറ്ററി ഇത് രണ്ടും കൂടി കണക്ട് ആയി. ഇപ്പൊ രണ്ടും കൂടി കണക്റ്റഡ് ആയി. ഇനി അടുത്തത് ആ ബ്രാഞ്ചിന്റെ സംഭവം പേര് മാറ്റിക്കും, മാസ്റ്ററിൽ നിന്നുള്ളത് മെയിനിലോട്ട് ആക്കിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ട് ഗിറ്റബിൽ ഇപ്പൊ വന്നത് ആ മേളുള്ളത് ഗിറ്റ് ബ്രാഞ്ച് മൈൻസ് അത് തന്നെ. അതന്നെ. ഓക്കെ, എല്ലാം സെറ്റായി. ഇനി അടുത്തത് ഇതിപ്പോ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പുഷ് ചെയ്യാൻ റെഡിയാണ്, പുഷ് ചെയ്യാൻ റെഡി ആയിട്ട് വെച്ചേക്കാണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഗിറ്റബിലോട്ട് വന്നെങ്കിൽ ഗിറ്റ് പുഷ് -u സ്പേസ് -u സ്പേസ് ഒറിജിൻ സ്പെല്ലിംഗ് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒറിജിൻ മെയിൻ. ഓക്കെ, കൊടുത്തേ കണ്ണീര് കണ്ട. ഇപ്പൊ ഇവിടെ ലക്ഷ്മിയുടെ ഗിറ്റബ് അക്കൗണ്ട് എന്താ പറയാ ലോഗിൻ ചെയ്യാൻ പറഞ്ഞത്. കാരണം എന്റെ അത് വന്നില്ല, ഓൾറെഡി ഞാൻ ചെയ്തേക്കുന്നതുകൊണ്ട് എന്റെ അത് വന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഗിറ്റ് പുഷ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളിൽ വരും, അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ലക്ഷ്മിയുടെ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ ലക്ഷ്മി സെലക്ട് ചെയ്ത. ഓക്കെ, അപ്പൊ പുഷായി. ഇനിയിപ്പോ ലക്ഷ്മി ആ റിപ്പോർട്ടിലെ ഇനി ഒന്ന് റിഫ്രഷ് ചെയ്ത് കണ്ട. ഇപ്പൊ ലക്ഷ്മി ചെയ്ത സംഭവമല്ല, ഒരു ഗിറ്റ് റെപ്പോ ആക്കി. ഇനിയിപ്പോ ലക്ഷ്മി സ്ക്രീൻ ഷെയർ ഓഫ് ആക്കും. ഓക്കെ, ഇനിയിപ്പോ ഓക്കെ, ഇനിയിപ്പോ എന്താ ലക്ഷ്മി ഒരു ഗിറ്റ് റെപ്പോ ഉണ്ടാക്കി. അതായത് എന്റെ ടീം ലീഡാണ് ലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരും ഹാക്കത്തോണാണല്ലോ. ഇനിയിപ്പോ ഞാൻ കുറച്ച് എഡിറ്റ് വരുത്താൻ പറയണം അതിൽ. അപ്പോ ആദ്യം തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഒരു ക്രിയേറ്റർ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഇത് ഇനിയിപ്പോ ഞാനത് ക്ലോൺ ചെയ്തെടുക്കാൻ വേണം. അതായത് ഞാൻ അതിന് ക്ലോൺ എന്ന് പറഞ്ഞാല് ഒരു കംപ്ലീറ്റ് നമ്മൾ അതിന്റെ ഒരു കോപ്പി നേരെ നമ്മൾ അതിനെ നമ്മൾ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരണം. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് സോറി എവിടെ അപ്പൊ എനിക്കിവിടെ ഇൻവൈറ്റ് വന്നിട്ടുണ്ടോ, ലക്ഷ്മിയുടെ ഇൻവൈറ്റ് വന്നിട്ടുണ്ടോ, കണ്ട ലക്ഷ്മി പ്രിയ ഇൻവൈറ്റഡ് മീ. ഞാനത് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ ലക്ഷ്മിയുടെ പ്രൊജക്ട് എനിക്ക് ഇവിടെ കാണാം. ഇപ്പൊ എനിക്ക് ഫുള്ള് ഇവിടെ കാണാം ലക്ഷ്മിയുടെ പ്രൊജക്ട് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് കാണാം. ഇനിയിപ്പൊ എനിക്ക് ഈ കോഡ് എടുക്കണം, കാരണം ലക്ഷ്മി അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കാൻ എനിക്ക് ഇനി ഇതിൽ എന്തെങ്കിലും എഡിറ്റ് വരുത്തണ്ടേ. അപ്പൊ ഞാൻ ജസ്റ്റ് എളുപ്പവഴിക്ക് ഞാൻ എന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത്, അതായത് ടെർമിനൽ ജസ്റ്റ് ഇവിടെ ചെന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എന്ന് അടിച്ചാൽ കിട്ടും. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ജസ്റ്റ് കുറച്ച് ബേസിക് ആയി പോകണ്ടെന്ന് സംശയം ഞാൻ, കാരണം ഇപ്പൊ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബേസിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെന്നിട്ട് ഒരു കമാൻഡ് അടിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഗിറ്റ് ഇനിറ്റ് അടിച്ചിട്ടുണ്ട്. ഗിറ്റ് ഇനിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, നേരെ ഗിറ്റ് ക്ലോൺ അടിക്കാം. ഗിറ്റ് ക്ലോൺ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഈ കോഡില് ഇവിടെ ചെന്ന് കഴിഞ്ഞാല് ഈ കോഡ് എന്നുള്ള സംഭവം ഇതിൽ ചെന്നാൽ നമുക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും. ഈ ലിങ്ക് കോപ്പി ചെയ്യുക, ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, ഗിറ്റ് ക്ലോൺ ആ ലിങ്ക്. ഇനി ഞാനിത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ക്ലോണിങ് കാണിക്കും. എന്തിലോട്ട് ക്ലോൺ ആയി, പക്ഷെ എനിക്കിത് കാണണ്ടേ, VS കോഡിലോട്ട് ഉണ്ടല്ലേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇപ്പൊ ക്ലോണിങ് ഇൻറ്റു മൈ പ്രൊജക്ട് എന്നാ കൊടുത്തേക്കണം. മൈ പ്രൊജക്ട് എന്ന് എന്റെ ആദ്യം ഞാനിപ്പോ മാത്യുവിൽ കിടക്കണം. മാത്യു എന്ന് പറഞ്ഞാൽ ഡയറക്ടറിയിലാണ് കിടക്കുന്നത്. ഡയറക്ടറി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കിടക്കണം ഫോൾഡർ അല്ലെങ്കിൽ ഫയല്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ട് CD മൈ പ്രൊജക്ടിലോട്ട് പോയി. മൈ പ്രൊജക്ടിലോട്ട് പോയി. ഇപ്പൊ ഞാൻ മൈ പ്രൊജക്റ്റിലാണ് കിടക്കുന്നത്. ഇനി ഞാൻ കോഡ് സ്പേസ് ഡോട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ട്രിക്കില്ലേ, ആ ട്രിക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് നേരെ ഈ ഫയല് എന്റെ എന്താ പറയാ VS കോഡിൽ ഓപ്പൺ ആവും. അപ്പൊ എന്റെ ഇത് VS കോഡിൽ ഓപ്പൺ ആയി. അപ്പൊ അത് എനിക്ക് ഇവിടെ കാണാം, ഹായ് ലക്ഷ്മി പ്രിയ. ഇതാണ് ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞാല്. ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞാല് ഗിറ്റബിൽ കിടക്കുന്ന ഒരു റെപ്പോസിറ്ററി നമ്മുടെ എന്താ പറയാ ലാപ്ടോപ്പിലോട്ട് കൊണ്ടുവരുന്നു. നേരെ അതിന് എന്താ പറയാ കോപ്പി പേസ്റ്റ് ചെയ്യണമല്ലോ. കോപ്പി പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നേരെ അതിനെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇവിടം വരെ സെറ്റ് അല്ലേ എല്ലാം? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഗിറ്റ് ക്ലോൺ ചെയ്തു നമ്മൾ. ഗിറ്റ് എല്ലാം ക്രിയേറ്റ് എ കംപ്ലീറ്റ്
കോപ്പി ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഗിറ്റ് റെപ്പോസിറ്ററി ഓൺ യുവർ ലോക്കൽ കമ്പ്യൂട്ടർ. നമ്മൾ ലോക്കൽ കമ്പ്യൂട്ടറിലോട്ട് കൊണ്ടുവന്നു. അതായത് ഗിറ്റബിൽ കിടക്കുന്ന സംഭവം നമ്മൾ ലോക്കലിലോട്ട് കൊണ്ടുവന്നു. ഇനി അടുത്തത് നമ്മൾ ഇതില് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും. ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞൊരു നെറ്റ്ഫ്ലിക്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നെറ്റ്ഫ്ലിക്സ്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് എല്ലാരും കൂടി ഒറ്റ ഫയലിൽ എഡിറ്റ് ചെയ്ത ആരെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചാൽ മൊത്തം പോകില്ലേ. അപ്പൊ ഇവരെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരോ ബ്രാഞ്ച് ആയിട്ടാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, സൈനപ്പ് ലോഗിൻ എന്ന് പറഞ്ഞ പേജ് നമ്മൾ നോക്കും. അപ്പൊ സൈനപ്പ് ലോഗിന്റെ പേജ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ടീം ഉണ്ടാവും. അവര് അതിന്റെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും ഫുൾ എഡിറ്റ് വരുന്നത്. ബ്രാഞ്ച് എന്നും പറയും, ഫീച്ചർ എന്നും പറയും. അതായത് ഓരോ നമ്മളൊരു ട്രീയിൽ ബ്രാഞ്ച് എന്ന് പറയും, ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ ആ മെയിൻ ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കുന്നതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് ഒരു ഹൈവേയിൽ ഒരു റോട്ടില് ഒരു പ്ലെയിൻ ഒന്ന് ലാൻഡ് ചെയ്ത് നോക്കണം. പക്ഷെ എനിക്ക് നേരെ കൊണ്ടുവന്ന് ഹൈവേയിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിച്ച് നോക്കാൻ പറ്റും. ടെസ്റ്റ് അങ്ങനെ ഡയറക്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേയും പൊളിയും, ട്രാഫിക് ജാമും ആവും, എല്ലാം നഷ്ടത്തിലാവും. പക്ഷെ അതിന് പകരം ഞാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു റോഡ് പണിതു. സെയിം രീതിയിൽ തന്നെ ആ ഒരു സെയിം കൺസിസ്റ്റൻസിയിൽ സെയിം വിഡ്ത്ത് സെയിം ഹൈറ്റിൽ ഞാനൊരു റോഡ് പണിതു. അതിന്റെ തന്നെ ക്ലോൺ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അതിൽ ടെസ്റ്റ് ചെയ്തു. അപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് അത് അവിടെ നിന്നൊക്കെ പൊളിച്ച് കളയാല. മെയിൻ ആയിട്ട് ആ ഹൈവേയിൽ ഒന്നും പ്രശ്നം വന്നില്ല. സെയിം കൺസെപ്റ്റ് ആണ് ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പ്രൊജക്ടിന്റെ നമ്മുടെ ഒരു കോപ്പി എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൽ എഡിറ്റ് വരുത്തുന്നു. കാരണം ഇനി എങ്ങാനും ഞാൻ ഇതിൽ ചെയ്ത് ഇപ്പൊ ഞാനിവിടെ ലക്ഷ്മിയുടെ കോഡ് എടുത്ത് ഞാനിനി സോറി ഇതല്ല, ഞാൻ ലക്ഷ്മിയുടെ കോഡ് എടുത്തു, ഞാൻ ഇതിൽ ചേഞ്ച് വരുത്തിയപ്പോ ലക്ഷ്മിക്ക് ചിലപ്പോൾ ഞാൻ മണ്ടത്തിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലക്ഷ്മി എന്നോട് ദേഷ്യപ്പെടും. കാരണം ഷെമാരിയാക്ക് ഹാക്കത്തോന്ന് പ്രൊജക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ കൊളോക്കി എന്ന് പറയും. അപ്പൊ ഞാൻ അതിന് മണ്ടത്തിലൊന്നും കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് അതിലായിരിക്കും ഞാൻ എഡിറ്റ് വരുന്നത്. കാരണം അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ എന്തെങ്കിലും മണ്ടത്തിൽ കാണിച്ചാൽ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി ബ്രാഞ്ച്. ഇവിടെ ഇത് അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. അതാണ് ഈ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ. അതായത് creates a separate line of development allowing you to work on new feature without affecting the main project. അതായത് മെയിൻ പ്രോജക്റ്റിനെ അഫക്ട് ചെയ്യാണ്ട് നമുക്ക് എന്താ പറയാ, ഒരു പുതിയ എന്തെങ്കിലും ഫീച്ചറിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ മെയിൻ ബ്രാഞ്ച്, ഇതെന്റെ മെയിൻ ബ്രാഞ്ച് ആണോ. ഇപ്പൊ എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു എഡിറ്റ് വെക്കണം. ഇപ്പൊ ഞാൻ ഇതിനെ ക്ലോൺ ചെയ്തെടുത്തു. ഇപ്പൊ ഞാൻ ലക്ഷ്മിയുടെ മെയിൻ ബ്രാഞ്ച് ഞാൻ ക്ലോൺ ചെയ്തെടുത്തില്ലേ, ഇതാണ് ലക്ഷ്മിയുടെ ബ്രാഞ്ച്. ഞാൻ ആ ലക്ഷ്മിയുടെ ബ്രാഞ്ച് ക്ലോൺ ചെയ്തെടുത്തു. അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ആ ബ്രാഞ്ച് വന്നു. എനിക്ക് ഇതിൽ ഡയറക്റ്റ് എഡിറ്റ് എത്തി കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നം വരും. ഞാൻ എന്ത് ചെയ്യും, ഇതിൽ ഞാൻ ഗിറ്റ് ബ്രാഞ്ച് മാത്യു, അതായത് ഞാനൊരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കും, മാത്യു എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് ഇതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്, മനസ്സിലായോ. അപ്പൊ മെയിൻ ബ്രാഞ്ച് അല്ല, പകരം ഒരു മാത്യു എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ തന്നെ സെയിം കോപ്പി എനിക്ക് വന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് എനിക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും എഡിറ്റ് വരുത്താം. കാരണം ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും ഇത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം എനിക്ക് ഇത് ഇവിടെ ഉണ്ട്, ഈ സാധനം ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു, ഗിറ്റ് ബ്രാഞ്ച് മാത്യു. ഇതാണ് എന്റെ കോഡ്, ഗിറ്റ് ബ്രാഞ്ച് മാത്യു. അല്ലെങ്കിൽ ഗിറ്റ് ബ്രാഞ്ച്, നിങ്ങൾക്ക് ഏതാണ് ബ്രാഞ്ചിന് നെയിം കൊടുക്കേണ്ടത് ആ ബ്രാഞ്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ ഇപ്പോഴും മെയിൻ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്. ഞാൻ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഈ ബ്രാഞ്ചിലോട്ട് പോകണം. മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് പോയാലേ എനിക്ക് ഇതിനകത്ത് എഡിറ്റ് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഞാനിപ്പോ എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ ഇതിൽ തന്നെ എഡിറ്റ് ആവുള്ളൂ. കാരണം ഞാനിപ്പോ മെയിൻ ബ്രാഞ്ചിൽ ഇരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഗിറ്റ് ചെക്ക്ഔട്ട് മാത്യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മാത്യുലോട്ട് പോകും, മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് പോകും. അപ്പൊ ഞാൻ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് വന്നു. ഇനിയിപ്പോ എനിക്ക് എന്താണ്, സിമ്പിൾ ആയിട്ട് മാത്യു ബ്രാഞ്ചിൽ എന്തെങ്കിലും എനിക്ക് എഡിറ്റ് വരുത്താം. ഞാനിപ്പോ ഇവിടെ ഒരു മീഷൻ കാര്യമൊക്കെ ജസ്റ്റ് വരച്ചു കൊടുത്തു. അപ്പൊ ഞാനിപ്പോ എഡിറ്റ് ചെയ്തേക്കുന്നത് മെയിൻ ബ്രാഞ്ചിലല്ല, മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഞാൻ എഡിറ്റ് വരുത്തേക്കുന്നത്. അപ്പൊ എന്താ പറയാ കുഴപ്പം, എന്താണ്, മെയിൻ ബ്രാഞ്ച് ഇപ്പോഴും അങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് മാത്യു ബ്രാഞ്ചിലാണ്. ഇനി എങ്ങാനും ഇപ്പം ടീം ലീഡ് ലക്ഷ്മി വന്നിട്ട് നോക്കണേ, ഇത് കൊള്ളാം, ഇത് കൊള്ളാമെങ്കിൽ ലക്ഷ്മിക്ക് വേണമെങ്കിൽ എന്താ പറയാ ഇതിലോട്ട് ഇടാം. നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, ശരി കൊള്ളാം എന്നാണെങ്കിൽ വേണമെങ്കിൽ ഇതിലോട്ട് ഇടാം, ഇല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം ലക്ഷ്മിക്ക്. ഇതാണ് കൺസെപ്റ്റ്. ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുകയാണ് ഞാൻ. ഇപ്പൊ ഞാൻ ഇതാണ് എന്റെ ഇതല്ല ലക്ഷ്മി കോഡ്, ഞങ്ങളുടെ ഹാക്കത്തോണിന്റെ പ്രൊജക്റ്റ് ആണിത്. ഞാൻ ഇതിനകത്ത് ഞാനിപ്പോ ഇനിയിപ്പോ ഞാൻ ഗിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എല്ലാം സെറ്റാക്കി ഞാൻ ക്ലോൺ ചെയ്തെടുത്തതാണ്. അപ്പൊ ഗിറ്റ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നതാണ് ഗിറ്റ് ബ്രാഞ്ച് കൊടുക്കാം. ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ മെയിൻ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്, കാരണം ലക്ഷ്മി ചെയ്തത് മെയിൻ ബ്രാഞ്ചിലാണ്. ലക്ഷ്മി ചെയ്തേക്കുന്നത് മെയിൻ ബ്രാഞ്ചിലാണ്. കണ്ട, ഡിഫോൾട്ട് ആയിട്ട് മെയിൻ ബ്രാഞ്ച് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. ലക്ഷ്മി പുതിയ ബ്രാഞ്ച് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ഗിറ്റ് ബ്രാഞ്ച് മാത്യു എന്നുള്ളൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്.
ഞാൻ മാത്യു എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഗിറ്റ് ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴും മെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു പുതിയ ബ്രാഞ്ച് വന്നു, മാത്യു എന്ന് പറഞ്ഞൊരു പുതിയ ബ്രാഞ്ച് വന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ മെയിനിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചില്ലേ, ഇത് ഞാൻ പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ്, ഗിറ്റ് ബ്രാഞ്ച് മാത്യു അടിച്ചാലും ഞാൻ വീണ്ടും മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ച് ക്രിയേറ്റ് ആവും. പക്ഷെ ഞാൻ ഇപ്പോഴും മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് പോകാൻ എന്ത് ചെയ്യണം? ഗിറ്റ് ചെക്കൗട്ട് മാത്യു. അപ്പം എന്ത് ചെയ്യാം, ഞാൻ VS Code എടുത്തിട്ട് ഗിറ്റ് ചെക്കൗട്ട് മാത്യു കൊടുത്തു കഴിഞ്ഞാല് ഇനിയിപ്പോ സ്വിച്ച് ടു ബ്രാഞ്ച് മാത്യു, അതായത് ഇപ്പം ഞാൻ ഇപ്പൊ നോക്കുന്നത് ഗിറ്റ് ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ മാത്യുലാണ് ഇരിക്കുന്നത്. കണ്ട, ഇവിടെ മാത്യുലാണ് ഒരു ഗ്രീൻ ഇത് വന്നു. അപ്പൊ ഞാനിപ്പോ മാത്യു ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് മാറ്റിയിട്ട് ലക്ഷ്മിപ്രിയ എന്നുള്ളത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഒരു താഴത്തൊരു ഇത് ആഡ് ചെയ്യാം. താഴത്ത് ഇവിടെ ഒരു H1 ഇവിടെ H1 ഞാൻ മാത്യു ജോസഫ് ടി. ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്തു, ഞാനിത് സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ സേവ് ചെയ്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഗിറ്റ് ആഡ് ചെയ്തു. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഗിറ്റ് ആഡ് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് ചെയ്തു. ഞാൻ ഇപ്പം ആഡഡ് ബൈ മാത്യു എന്ന് കൊടുത്തു. എന്തെങ്കിലും ചേഞ്ചസ് ബൈ മാത്യു എന്ന് കൊടുക്കാം. ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇനിയിപ്പോ ഞാൻ അടുത്ത് പുഷ് ചെയ്യാൻ വേണം. പുഷ് ചെയ്യുമ്പോൾ എന്റെ മെയിനിലോട്ടല്ല ഇനി നമ്മൾ പുഷ് ചെയ്യാൻ പോണത്, ഇനി എന്റെ ബ്രാഞ്ചിലോട്ടാണ് പുഷ് ചെയ്യാൻ പോണത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മിയുടെ ഇതിനകത്തൊന്നും വരരുത്. അപ്പൊ നമ്മള് ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ കൊടുക്കരുത്, പകരം ഞാനിപ്പോ ഏത് ബ്രാഞ്ചിലാണ്? മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ടാണ്. മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് സേവ് ചെയ്യാൻ പോണത്. ഗിറ്റ് പുഷ് ഒറിജിൻ മാത്യു. അപ്പൊ സേവ് ആക്കി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ലക്ഷ്മിയുടെ ഇതെടുത്ത് നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാല് മെയിൻ അല്ലാണ്ട് മാത്യു എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് കൂടെ ഉണ്ട്. അപ്പൊ മെയിനിലാകെ എന്താ കിടക്കുന്നത്? ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞൊരു കോഡാണ് കിടക്കുന്നത്. പക്ഷെ ഞാനിപ്പം മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് പോയി കഴിഞ്ഞാല് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ലക്ഷ്മി ഉണ്ട്, മാത്യു ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ എനിക്ക് ലക്ഷ്മി നോക്കിയിട്ട് പറഞ്ഞാണ് ഇത് കുഴപ്പമില്ല, ഇത് കറക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു പുൾ റിക്വസ്റ്റ് ഇടാം. ഇത് ശരിക്കും നമ്മുടെ സ്വന്തം പ്രൊജക്റ്റ്, അതായത് എന്റെ ലക്ഷ്മിയുടെ സെയിം പ്രൊജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആക്സസ് ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാന്നുള്ളൂ. പുൾ റിക്വസ്റ്റ് എനിക്ക് എന്തായാലും ഇടണം, ഞാൻ എന്തായാലും ഇടണം. പക്ഷെ അത് കഴിഞ്ഞ് മെർജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ ഇത്രയും ചെയ്തു, ഞാനൊരു ബ്രാഞ്ച് ഉണ്ടാക്കി, ഞാൻ അതിൽ സേവ് ചെയ്തു. ഇനി എനിക്ക് അതെന്താ പറയാ, ഞാനൊരു പുൾ റിക്വസ്റ്റ് ഇടണം. അതായത് ലക്ഷ്മിയോട് പറഞ്ഞേ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അതായത് എന്താ പറയാ, റിക്വസ്റ്റ്. അതായത് എന്താണ്, ഇതിന്റെ ഓണർ ലക്ഷ്മിയാണ്, ഇതിന്റെ ഓണർ, പ്രൊജക്ടിന്റെ ഓണർ. ഇപ്പൊ എനിക്ക് ഓൾറെഡി ലക്ഷ്മി ആക്സസ് ഒന്നുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ പുൾ റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ തന്നെ വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പുൾ റിക്വസ്റ്റ് ഇടും, ഒരു റിക്വസ്റ്റ് പോലെ. ഇത് എങ്ങനെയുണ്ട്, ഇത് നോക്കിയിട്ടൊന്ന് പറയോ എങ്ങനെയുണ്ടെന്ന്. ആ ഒരു റിക്വസ്റ്റ് പോലെ ഇടണം. ലക്ഷ്മിക്ക് നോക്കിയിട്ട് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷ്മിക്ക് മെർജ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാൻ പറ്റും? പുൾ റിക്വസ്റ്റ് ഇടാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട്. ആ പുൾ റിക്വസ്റ്റ് ഇവിടെ തന്നെയാണ്, ഗിറ്റബിൽ തന്നെ നമ്മൾ പുൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ആഡഡ് ബൈ ഒരു ടൈറ്റിലേക്ക് കൊടുത്തു, ഇതൊക്കെ ഓട്ടോമാറ്റിക് ഒന്നാണ്. ഞാൻ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പൊ ഞാനൊരു പുൾ റിക്വസ്റ്റ് ആഡ് ചെയ്തു. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടോ നോക്കാം. കോൺഫ്ലിക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പ്രത്യേകിച്ച് കോൺഫ്ലിക്ട് ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു ടിക്ക് മാർക്ക് വന്നു. ഇനി അടുത്തത് ഇത് വേണമെങ്കിൽ ലക്ഷ്മിക്ക് നോക്കിയിട്ട്, ഇപ്പൊ ഞാൻ ലക്ഷ്മിക്ക് ഇതെടുത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലക്ഷ്മിക്ക് വേണമെങ്കിൽ ഇതെടുത്ത് നോക്കിയിട്ട് ഒരാൾ പുൾ റിക്വസ്റ്റ് ഇട്ടുണ്ടല്ലോ, എന്താണെന്ന് ജസ്റ്റ് നോക്കാം. എന്താണ് ചെയ്തത്? കമ്മിറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാല് എന്താണ് ഞാൻ ചെയ്ത കമ്മിറ്റ് ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ട, ഞാനിവിടെ മെയിനില് ലക്ഷ്മിപ്രിയ എന്നായിരുന്നു, പകരം ഞാനിവിടെ ലക്ഷ്മിപ്രിയ മാത്യു എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തു. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് എന്ത് ചെയ്യാം? ഈ പുൾ റിക്വസ്റ്റ് എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം, അതായത് മെർജ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇപ്പൊ പുൾ റിക്വസ്റ്റ് ചെയ്തു, ഓൾറെഡി ഞാൻ പുൾ റിക്വസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ മാത്യുവിൽ ഞാൻ മീശയൊക്കെ വെച്ച് കൊടുത്തില്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്തു മെയിനിലോട്ട്. അതായത് ലക്ഷ്മിയോട് ഞാൻ ചോദിക്കണേ ഇത് ഓക്കെ ആണോ, നോക്കിയത് ഇത് മതി, എങ്ങനെ മതിയാന്ന് ചോദിക്കണേ. അപ്പൊ അത് കഴിയുമ്പോ ലക്ഷ്മിക്ക് വേണ്ടി അത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ബ്രാഞ്ചിലും ചേഞ്ച് ആവും. മെയിൻ ബ്രാഞ്ചിലും ഞാൻ ഇവിടെ എന്താണ് വരച്ചത് അത് തന്നെ മെയിൻ ബ്രാഞ്ചിലും വരും. അപ്പൊ ഞാനിപ്പോ ലക്ഷ്മി തന്നെയാണ് നോക്കാം, ലക്ഷ്മി തന്നെയാണ്. ഞാനത് മെർജ് ചെയ്യാൻ വേണ്ടി ഞാൻ മെർജ് ചെയ്തു, പുൾ റിക്വസ്റ്റ് മെർജ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇപ്പൊ ഇത് മെയിൻ ബ്രാഞ്ച് അല്ലേ, മെയിനിൽ എന്റെയും കൂടി കമ്മിറ്റ് കയറി വന്നു. അതായത്
ആഡഡ് ബൈ മാത്യു. കണ്ട, മെയിലിൽ മാത്യു ജോസഫ് ടി എന്നുള്ളത് വന്നു. മനസ്സിലായോ? ഇതുവരെ എല്ലാം സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? എല്ലാം മനസ്സിലാവല്ലേ? ഓക്കെ, എല്ലാം സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ മെർജ് ചെയ്തു. മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ്, ഞാൻ ചെയ്ത സാധനം കൂടി ലക്ഷ്മിയുടെ ബ്രാഞ്ചിൽ വന്നു. അതാണ് മെർജിങ് എന്ന് പറഞ്ഞാൽ. ഇനി മെർജ് കോൺഫ്ലിക്റ്റ് സംഭവിക്കും ചില സമയത്ത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞെങ്കിൽ, നമ്മളിപ്പോ ഒരു 3 കൂട്ടുകാർ, ഒരു ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ 3 ഫ്രണ്ട്സ് ആയിട്ട് ഒരു കടയിൽ ചെന്നു. അപ്പൊ ഒരാൾ പറയും ചേട്ടാ 3 പരിപ്പുവട. അപ്പൊ അടുത്ത ആള് പറയും അപ്പൊ ആള് പറയും ഓക്കെ 3 പരിപ്പുവട. അപ്പൊ തന്നെ കൂട്ടുകാരിൽ വേറൊരാൾ പറയും ചേട്ടാ 3 പപ്സ് മതി എന്ന് പറയും. അപ്പൊ ആ കടക്കാരൻ ചോദിക്കും ഇതിലിപ്പോ ഏതാണ് എടുക്കേണ്ടത്, 3 പപ്സ് എടുക്കും അല്ലെങ്കിൽ 3 പരിപ്പുവട എടുക്കും, ഇത് ചോദിക്കും. അതാണ് ഈ മെർജ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു അഭിപ്രായ വ്യത്യാസം പോലെ. ഇത് ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ആയി ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. മെർജ് കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാനൊരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു ബ്രാഞ്ച് 1 ക്രിയേറ്റ് ചെയ്തു, ബ്രാഞ്ച് 2 ക്രിയേറ്റ് ചെയ്തു. ഇതാണ് മെയിൻ ബ്രാഞ്ച്. ഇപ്പൊ ലക്ഷ്മി ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഇപ്പൊ വേറൊരാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓർത്തു. ഞങ്ങൾ 3 പേരുണ്ട്. ഇതാണ് മെയിൻ ബ്രാഞ്ച്. ഇനി ഞാനൊരു ഇങ്ങനെ ഒരു മീശ വരച്ച്, അതായത് കുറച്ച് കൊമ്പൻ മീശ പോലത്തെ മീശ വരച്ച്, എന്നിട്ട് അടുത്ത ആള് എന്ത് ചെയ്യും, ഈ മീശ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വേറൊരു ടൈപ്പ്, ഒരു ജാപ്പനീസ് ടൈപ്പ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ജാപ്പനീസ് ടൈപ്പ് ഒരു മീശ വരച്ചു. എന്നിട്ട് ഞാനിപ്പോ ഇതിലോട്ട് പുഷ് ചെയ്യും. ഇതിലോട്ട് പുഷ് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ ആദ്യം വന്നിട്ട് 3 പരിപ്പട പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഇതിലോട്ട് പുഷ് ചെയ്യുമ്പോ അപ്പൊ ആ ചേട്ടൻ പറയും 3 പരിപ്പട അല്ലേ, ഓക്കെ 3 പുഷ് ചെയ്യുമ്പോ വർക്കാവും. പക്ഷേ അപ്പൊ തന്നെ ഇവൻ പുഷ് ചെയ്യുമ്പോ കോൺഫ്ലിക്റ്റ് വരുവാണ്. കാരണം എന്താണ്, ഇവർ രണ്ടുപേരും ഒരേ സാധനം ഈ മീശയുടെ അവിടെ തന്നെയാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്, ഈ ലൈനിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെടുക്കണോ എന്ന് ഗിറ്റപ്പ് നമ്മളോട് ചോദിക്കും. അതാണ് ഈ മെർജ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് സെയിം ലൈനിൽ തന്നെ രണ്ടുപേരും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാനായിട്ടാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതിലാണ് ഇരിക്കുന്നത്, മെയിൻ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്. അല്ല സോറി, ഞാൻ മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ ഗെറ്റ് ബ്രാഞ്ച് വെച്ചാൽ മാത്യു എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതില് എഡിറ്റ് വരുത്തി നോക്കാം, വർക്കാവുന്ന അറിയില്ല. ഞാനിപ്പോ ഇതിൽ എഡിറ്റ് വരുത്തിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാൻ മതി. IEEE ഇത് വർക്കാവുന്ന അറിയില്ല, ഞാൻ നോക്കട്ടെ. ഞാൻ വേറെ ബ്രാഞ്ച് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കാരണം വേറെ കൺസെപ്റ്റ് കൂടി പറയാനുണ്ട്. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു, സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഞാനിവിടെ ഗിറ്റ് ആഡ് ചെയ്തു, പിന്നെ ഗിറ്റ് കമ്മിറ്റ് ചെയ്തു, കമ്മിറ്റ് ആഡ് ബൈ മാത്യു ജസ്റ്റ് ഒരു 2 കൊടുത്തു. പിന്നെ ഞാൻ ഗിറ്റ് പുഷ് ചെയ്തു, ഗിറ്റ് പുഷ് കുറച്ച് മാത്യു കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ചെന്നിട്ട് ഓക്കെ കുഴപ്പമില്ല. ഞാനിവിടെ ചെന്നത് റിഫ്രഷ് ചെയ്തു, ഞാൻ മാത്യു ബ്രാഞ്ച് എടുത്തു. കണ്ട, ഇവിടെ ഒരു 1 കമ്മിറ്റ് ഹെഡ് ആണ്, അതായത് ഞാൻ ഇതിനെക്കാട്ടും ഒരു കമ്മിറ്റ് കൂടി ഹെഡ് ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എന്താ ഓപ്പൺ പുൾ റിക്വസ്റ്റ് കൊടുക്കാം, കോൺട്രിബ്യൂട്ട് ചെയ്ത് ഓപ്പൺ പുൾ റിക്വസ്റ്റ് കൊടുക്കാം. പുൾ റിക്വസ്റ്റ് കൊടുക്കാൻ ഞാൻ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് ഞാൻ നേരത്തെ ചെയ്തോളൂ തന്നെ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാ? ഓക്കെ, കോൺഫ്ലിക്റ്റ് ഇല്ല. ഞാൻ നോക്കട്ടെ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഞാൻ ജസ്റ്റ് ലക്ഷ്മിയുടെ മെയിൻ ഇതിലോട്ട് പോവാം. ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഗിറ്റ് ചെക്ക്ഔട്ട് മെയിൻ. ഇപ്പൊ ഇതിനകത്താണ് ഞാൻ കിടക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ മറ്റേതില് ഞാനിപ്പോ ചേഞ്ച് ചെയ്തായിരുന്നു. ഓൾറെഡി ഇപ്പൊ ഗിറ്റ് മെയിനിൽ ഇവിടെ ചേഞ്ചാണ് ഓൾറെഡി. ഇപ്പൊ കണ്ടോട്ടാ, മെയിനിൽ ഇപ്പൊ ഓൾറെഡി എന്താ പറയാ, ലക്ഷ്മി ഉണ്ട്, മാത്യു ഉണ്ട്. ഇപ്പൊ ഇവിടെ ചേഞ്ച് എടുത്ത് നോക്കട്ടെ. ഞാനിവിടെ കൊടുത്തു. ഇവിടെ ഞാൻ എന്തെങ്കിലും വെൽക്കം എന്തെങ്കിലും കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തു. ഞാൻ അത് കഴിഞ്ഞ് ഞാനൊരു പുതിയ സംഭവം ആഡ് ചെയ്തു. ഇവിടെ ഓൾറെഡി ഞാൻ അവിടെ മാത്യു എന്നാണ് കിടക്കുന്നത്. ഞാൻ പകരം ഇവിടെ വെൽക്കം എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗിറ്റ് ആഡ് ചെയ്യുന്നു, ഗിറ്റ് കമ്മിറ്റ് -n
ഞാൻ എന്തെങ്കിലും മെസ്സേജ് ആഡ് ചെയ്യുന്നു, ചെക്കിംഗ് ഫോർ കോൺഫ്ലിക്റ്റ്, ചെക്കിംഗ് ഫോർ കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും കൊടുത്തു. ഞാൻ ഇനി ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കണ്ട, അതായത് കോൺഫ്ലിക്റ്റ് അല്ല, ഇവിടെ നമ്മളോട് പുള്ള് ചെയ്യാനാണ് പറയുന്നത്. പുള്ളി എന്ന് വെച്ചാല് ഇപ്പം ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ഒരു കോഡ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ അത് ചേഞ്ച് ആയിട്ടില്ല. അപ്പം ഇത് ചേഞ്ച് ആകത്തോണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ട് പുള്ളി ചെയ്തെടുക്കണം. ഇവിടെ ഇവിടെ മാത്യു സിസ്റ്റത്തിനല്ല കിടക്കുന്നത്, അത് നമ്മുടെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല, അതിനാണ് അത് ചെയ്യുന്നത്. ഞാനിവിടെ ഗിറ്റ് പുള്ളി ചെയ്യാൻ പോണേ, ഒറിജിൻ മെയിൻ ഗിറ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാല് കണ്ട ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. അതായത് ഇവിടെ ഞാനിപ്പോ വെൽക്കം എന്നാണ് കൊടുത്തത്, പക്ഷേ ഇവിടെ കിടക്കുന്നത് മാത്യു ജോസഫ് ടി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. ഈ വെൽക്കം എടുക്കണോ, ഇപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്ത വെൽക്കം എന്ന് പറഞ്ഞ സംഭവം എടുക്കണോ, അല്ലെങ്കിൽ മാത്യു ജോസഫ് ടി എന്ന് പറഞ്ഞ സംഭവം എടുക്കണം? അപ്പൊ ഏതെടുക്കണമെന്ന് ഇത് തന്നെ ചോദിക്കണേ. അപ്പൊ ഞാനിപ്പോ ആക്സെപ്റ്റ് കറന്റ് ചേഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെൽക്കം എന്ന് പറഞ്ഞ സാധനം ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ആക്സെപ്റ്റ് ഇൻകമിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്യു ജോസഫ് ടി ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ബോത്ത് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ രണ്ടും ആക്സെപ്റ്റ് ചെയ്യും. രണ്ടും ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ട് ലൈനിലായിട്ട് വരും. അപ്പൊ ഞാനിപ്പോ കറന്റ് ചേഞ്ച് വെൽക്കം എന്നാക്കാൻ പറയുന്നത്, ഞാൻ ആക്സെപ്റ്റ് കറന്റ് ചേഞ്ച് കൊടുത്തു, വെൽക്കം എന്ന് വന്നു. ഇനി ഞാൻ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്താണ് ഇപ്പൊ കണ്ടത്. അപ്പൊ ഞാനിത് സേവ് ചെയ്തു. ഇനി ഗിറ്റ് ആഡ് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് റിസോൾവ്, എന്താ പറയാ, റിസോൾവ് കോൺഫ്ലിക്റ്റ് കൊടുക്കാം. കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തു, ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ. നമ്മൾ മെയിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ പുഷായി. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വെൽക്കം വന്നു. നമ്മൾ ഇവിടെ ഉണ്ടായ കോൺഫ്ലിക്റ്റ് നമ്മൾ റിസോൾവ് ചെയ്ത് മെർജായി. ഓക്കെ, സെറ്റ് അല്ലേ? കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് മാറ്റണമെന്ന് മനസ്സിലായില്ലേ? കോൺഫ്ലിക്റ്റ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം നമ്മുടെ സിസ്റ്റത്തിലും ഗിറ്റബിലൊക്കെ പല രീതിയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് വരും. പല രീതിയിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് സംഭവം. എടാ 9 മണിയായിട്ടാ, നിനക്ക് ഞാൻ ജസ്റ്റ് ഇത്തിരി സ്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെയാണ് ഇപ്പൊ ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ ആണോ? നിങ്ങക്ക് ടൈം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇതൊരു ഓക്കെ അല്ലേ എല്ലാവർക്കും? കാരണം ഞാൻ ഇത്തിരി സ്ലോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ സ്പീഡിൽ പോകണം. ജസ്റ്റ് ഒന്ന് ആരെങ്കിലും മൈക്കോണാക്കി പറയുമെങ്കിൽ അങ്ങനെ മൈക്കോണാക്കി പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യണ്ടേ. ഞാൻ സ്പീഡിൽ പോകണമെങ്കിൽ സ്പീഡിൽ പോവാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോണ രീതിയിൽ ഇപ്പൊ തന്നെ തീരും, ഓൾമോസ്റ്റ് ആയി. ഇപ്പൊ ഇതാണ് എന്താ പറയാ, മെയിൻ ആയിട്ട് നമ്മുടെ ഞാനും ലക്ഷ്മിയും കൂടി ഹാക്കത്തോണിൽ ഒരു പ്രൊജക്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യണത്. ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്. ഇനി ഓരോരുത്തർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പുള്ള് ചെയ്തെടുക്കണം എപ്പോഴും. ഇപ്പൊ ലക്ഷ്മി എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ അപ്ഡേറ്റ് ആവില്ല. അതായത് ഇതില് അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യും, നമ്മൾ ഗിറ്റബിൽ ചെന്നിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ VS കോഡിൽ റിഫ്രഷ് ചെയ്യണ പോലെ സംഭവമാണ് ഗിറ്റ് പുള്ള് ചെയ്തെടുക്കണം. നമ്മൾ ചിലപ്പോൾ ഗിറ്റബിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും, പക്ഷെ നമ്മളിവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പുള്ള് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ആരെപ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മള് ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർ പുതിയതായിട്ട് അവർ എന്താണ് ചെയ്തെന്നുള്ളതൊക്കെ പുള്ളി ചെയ്ത് ഇടക്കിടക്ക് എടുക്കണം. പുള്ളി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ മറ്റേ പുഷ് ചെയ്യില്ലേ, ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ എന്ന് കൊടുക്കണല്ലേ, ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ. അതായത് ഗിറ്റ് പുഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഗിറ്റബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ, ഗിറ്റ് പുൾ എന്ന് പറഞ്ഞാൽ ഗിറ്റബിൽ കിടക്കുന്ന സാധനം നമുക്ക് എടുക്കാൻ. ഇത്രയുള്ള വ്യത്യാസം. ഇപ്പൊ കോൺഫ്ലിക്റ്റ് പറഞ്ഞു നമ്മള് ഇനി എല്ലാരും പുള്ള് ചെയ്തെടുക്കും. എവരി വൺ പുൾസ് ദ ലേറ്റസ്റ്റ് ചേഞ്ച്. അതായത് എല്ലാരും ലേറ്റസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുള്ള് ചെയ്തെടുക്കും. ഇനി വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യും, ആഡ് ചെയ്യും, ഈ സർക്കിൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും. ഇതാണ് സംഭവം. ഗിറ്റ് പുൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സംഭവം. അതായത് ഡൗൺലോഡ്സ് ആൻഡ് മെർജസ് ദ ലേറ്റസ്റ്റ് ചേഞ്ചസ് ഫ്രം റിമോട്ട് റിപ്പോസിറ്ററി ഇൻ ലോക്കൽ. അതായത് പുതിയതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുള്ള് ചെയ്തെടുക്കാനാണ് ഗിറ്റ് പുൾ യൂസ് ചെയ്യുന്നത്. ഇനി കണ്ട ഇപ്പൊ ഇതിനകത്ത് ഇവിടെ ഓൾറെഡി ഈ മീശയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഇനി ഇതിലോട്ടും പുള്ളി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ആ മീശയും ഇവിടെ ആ മീശയും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് വന്നേക്കുന്നുള്ളത് അത് ഇതിൽ രണ്ടിലും, ഈ ബ്രാഞ്ചിൽ രണ്ടിലും അപ്ഡേറ്റ് ആവും. ഇനി അടുത്ത യൂസ് ആണ് ഓപ്പൺ സോഴ്സിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ള കുറെ
സോഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ലിനക്സ് അതുപോലെ അതിന്റെയൊക്കെ കോഡ് ഓൾറെഡി എന്താ പറയാ ഗിറ്റബിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ പോയി കോൺട്രിബ്യൂട്ടർ ആവും. ഞാൻ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ പോയിട്ടല്ല ഗിറ്റബിൽ ചെന്ന് നമുക്ക് ഒരു ജസ്റ്റ് ലിനക്സ് സെർച്ച് ചെയ്യാം. ലിനക്സിന്റെ ഒരു എന്താ പറയാ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് ഫുള്ള് ലിനക്സിന്റെ സംഭവം കോഡെല്ലാം കണ്ട 5000+ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് അറൌണ്ട് ഒരു 1 crore അല്ല 1 crore അല്ല 10 lakhs ആണ്. 10 lakhs അപ്പോൾ കമ്മിറ്റ് ഉണ്ട്, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പം എനിക്കും വേണമെങ്കിൽ ഇതിന്റെ ഒരു കോൺട്രിബ്യൂട്ടർ ആവും. ലിനക്സിന്റെ കോൺട്രിബ്യൂട്ടർ ആയത് ഒരു 80,000 എത്ര കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്കും വേണമെങ്കിൽ ഇതിന്റെ കോൺട്രിബ്യൂട്ടർ ആവും. അപ്പൊ എനിക്ക് എന്തെങ്കിലും തോന്നണേ, ഈ ഒരു ഫീച്ചർ കൂടെ ഉണ്ടായത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബഗ് ഫിക്സ് ചെയ്യണം, ഈ ഒരു ബഗ് എനിക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, ആർക്കുള്ള ഫിക്സ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം. ഇപ്പൊ എനിക്ക് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രൊജക്ട് ഉണ്ട്, അതെങ്ങനെ ചെയ്യണം ഞാൻ കാണിച്ചുതരാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോ ഇതൊന്നും കാണിക്കില്ല, ഇതൊന്നും അങ്ങനെ ജസ്റ്റ് നമ്മൾ അൺഎത്തിക്കലാണ്. നമ്മൾ വെറുതെ ആവശ്യമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്തിട്ട് നമ്മള് ഓരോ ചേഞ്ചസ് ഒക്കെ മാറ്റുന്നത് ശരിയല്ല. കാരണം നമ്മൾ പുൾ റിക്വസ്റ്റ് ഇടുമ്പോൾ അവർ വിചാരിക്കും എന്തോ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ആയിരിക്കും, അതായത് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള സാധനം ആയിരിക്കും. അവരും ഒക്കെ വെറുതെ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ലക്ഷ്മിയുടെ തന്നെ അക്കൗണ്ട് എടുത്ത് നോക്കാം. ലക്ഷ്മിയുടെ കുറെ റെപ്പോസിറ്ററി കിടപ്പുണ്ട്. ഇതിപ്പോ ജസ്റ്റ് ഓപ്പൺ സോഴ്സ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സ്മോൾ ആപ്സ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ്, ഇത് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ് ഓർക്കും. ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ടാസ്ക് മാനേജർ സ്കിൽ ഇൻട്രൊഡക്ഷൻ എന്തായാലും നമുക്കിപ്പോ ഒരെണ്ണം എടുക്കാം, ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിച്ചു. ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് എന്താ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആളിങ്ങനെ ബുക്ക് എഴുതി വെച്ചിരുന്ന പോലെ, അതായത് പകുതിക്ക് ആള് വേണമെങ്കിൽ ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് നമ്മുടെ രീതിക്ക് കഥ ബാക്കി ആഡ് ചെയ്യാം. അങ്ങനെ രീതിയിൽ അവര് ഫുള്ളായിട്ട് കഥ ഓപ്പൺ ആയിട്ട് ഇട്ടുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കഥ ബാക്കിയുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ അപ്പൊ എനിക്കിത് ആഡ് ചെയ്യണമെങ്കിൽ ഞാനത് ഫോർക്ക് ചെയ്യണം. ഫോർക്ക് ചെയ്യണമെന്ന് വെച്ചാല് ഇതിന്റെ തന്നെ ഒരു കോപ്പി നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കൊണ്ടുവന്നിടുന്നു. അതായത് ഇതിന്റെ ഒരു കോപ്പി, സെയിം കോപ്പി നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്നിടുന്നു. ഇത് ബ്രാഞ്ച് പോലെ അല്ലട്ടാ, ബ്രാഞ്ച് വേറെ ഫോർക്ക് വേറെ. ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇപ്പൊ നമ്മളൊരു 4 പേര് കൂട്ടുകാർ ചേർന്നിട്ട് ഒരു കറി വെക്കാൻ പോകണം. അപ്പൊ ഓരോരുത്തരും ഓരോ ബ്രാഞ്ച് ആയിരിക്കും. അതായത് കുറച്ച് പേര് സവാള അരിയും, കുറച്ച് പേര് കറി വെക്കും. അങ്ങനെ ഓരോരോ ബ്രാഞ്ച് ആയിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്. പക്ഷെ ഇത് വേറെ കൺസെപ്റ്റ് ആണ്. ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ട് ഒരാൾ റെസിപ്പി ഇട്ടുണ്ട്, ഒരു കറിയുടെ റെസിപ്പി ഇട്ടുണ്ട്. അപ്പൊ ഞാൻ അതേ തന്നെ കോപ്പി അടിക്കുന്നു. ആ റെസിപ്പിയുടെ തന്നെ സെയിം കോപ്പി ഞാൻ എന്റെ വീട്ടിൽ ചെയ്ത് നോക്കുന്നു. മനസ്സിലായി? എന്റെ വീട്ടിൽ ആ പാത്രത്തിൽ ഞാൻ ചെയ്യുന്നു. എന്നിട്ട് എന്താ പറയുക, എനിക്ക് വേണ്ട കാര്യങ്ങൾ അപ്പൊ അതിനകത്ത് മല്ലിയില ഇടണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു എന്തെങ്കിലും ഒരു സാമ്പാർ വെക്കണമെന്ന് പറഞ്ഞു. അയാള് പബ്ലിക്കായിട്ട് ഇട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ റെസിപ്പി എന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നി പിന്നെ സാമ്പാറും കൂടി അല്ല മറ്റേ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ ഇത് തന്നെ കോപ്പി അടിക്കുന്നു. അതായത് എന്റെ വീട്ടിൽ ഞാൻ ഇതേ സംഭവം ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇതിൽ മല്ലിയിലയും കൂടി ഇട്ട് നോക്കുന്നു. മല്ലിയില ഇട്ടത് നല്ലതാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഫുൾ റിക്വസ്റ്റ് ചെയ്യാം, മല്ലിയില ഇട്ട നല്ലതാണ് കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാം ഇവരോട്. ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ലക്ഷ്മിയുടെ ഇത് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞു, ഞാനിത് ഫോർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഞാൻ സെയിം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഞാൻ ലക്ഷ്മിയുടെ ഫോർക്ക് ചെയ്യാൻ വേണം. ഞാനൊരു പേരിട്ട് ഓട്ടോമാറ്റിക് ഇത് പേര് വന്നതാണ്, ഞാൻ അത് തന്നെ അങ്ങനെ കീപ്പ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ഫോർക്ക് എന്ന് കൊടുത്തു. കുറച്ച് ടൈം എടുക്കാൻ. ഓക്കെ, എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ടാസ്ക് മാനേജർ എന്ന് പറഞ്ഞ ഒരു ഇത് ക്രിയേറ്റ് ആയി. അതായത് ഞാൻ
ലക്ഷ്മിയുടെ ഇന്ന് 4K എടുത്താൽ ഇതിനകത്ത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ആൾക്കാരുടെ പോസ്റ്റ് നമ്മൾ റീപോസ്റ്റ് ചെയ്യൂലേ, പോസ്റ്റ് നമ്മൾ റീപോസ്റ്റ് ചെയ്യും, അതിൽ ലിങ്ക്ഡിൽ നമ്മൾ ചിലരുടെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യണ പോലെ ഇവിടെ നമ്മൾ ആ ലക്ഷ്മിയുടെ ഇത് ഞാൻ എന്റെ അക്കൗണ്ടിൽ മാത്യു ജോസഫ് ടി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഈ പ്രൊജക്ട് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇനി എനിക്കിത് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഇത് ക്ലോൺ ചെയ്തെടുക്കാം. ഈ ഇതെനിക്ക് ക്ലോൺ ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ചെയ്യാം. കാരണം ഇതിനകത്ത് എന്ത് ചെയ്താലും ലക്ഷ്മിയുടെ ഇതിനകത്ത് ഒന്നും വരില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്റെ അക്കൗണ്ടിലാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇതിന്റെ ഒരു ഡെമ്മി ഉണ്ടാക്കിയിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ലക്ഷ്മിയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ ഞാനിത് ക്ലോൺ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കോഡ് എടുത്ത് ഞാൻ ക്ലോൺ ചെയ്ത് ഞാനൊരു കമാൻഡ് പ്രോംപ്റ്റില് ഗിറ്റ് ക്ലോൺ ഞാൻ ആ ലിങ്ക് കൊടുത്തു, ഞാൻ ക്ലോൺ ചെയ്തു. ഞാൻ CD ടാസ്ക് മാനേജർ ക്ലോണിങ് ഇൻടു ടാസ്ക് മാനേജർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മളിവിടെ കൊടുക്കുക, CD ടാസ്ക് മാനേജർ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് കോഡ് സ്പേസ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഇത് വന്നു, ലക്ഷ്മിയോട് ചെയ്ത സംഭവങ്ങളൊക്കെ എന്റെ വന്നു. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. മാത്യു ജോസഫ് ടി എന്നാക്കാം, അത് ഒരു പ്രശ്നമില്ല, ഇന്ത്യയിൽ തന്നെ ചേഞ്ച് ആവുള്ളൂ. അപ്പൊ ഞാൻ ഇതിനകത്ത് ചെന്നിട്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്റെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അതാണ് ഒരു പ്രൊഫഷണൽ മെത്തേഡ്. നമ്മളിപ്പോ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലാണ് ചെയ്യണമെങ്കിലും മാറ്റം ചേഞ്ചസ് വരുത്തണമെങ്കിലും ജസ്റ്റ് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. ഇല്ല ഇപ്പൊ വേണ്ട, ഞാനിപ്പോ തൽക്കാലം ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള ഞാനിപ്പോ വേണമെങ്കിൽ ഗിറ്റ് സ്പേസ് ആഡ് കൊടുത്തു, ഗിറ്റ് കമ്മിറ്റ് ചെയ്തു. എന്തെങ്കിലും ഇന്നത്തെ പടം എന്തെങ്കിലും കൊടുത്ത് ഞാൻ git push origin ഓക്കെ ഞാൻ പുഷ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാല് ഇതിപ്പോ എന്റെ അക്കൗണ്ടാണ്, മാത്യു ജോസഫ് എന്ന് തോന്നുന്നു. ഇനി ലക്ഷ്മിയുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാല് ഞാൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാല് ലക്ഷ്മിയുടെ അവിടെ ഒന്നും മാറ്റം വന്നിട്ടില്ല. കാരണം എന്റെയിലാണ് ഞാൻ എഡിറ്റ് വരുത്തിയത്. എന്റെ ഇവിടെ മാത്യു ജോസഫ് എന്നായി. അപ്പൊ ഇവിടെ കാണിക്കണം ദിസ് ബ്രാഞ്ച് ഇസ് വൺ കമ്മിറ്റ് ഹെഡ് ഓഫ് ലക്ഷ്മിപ്രിയാസ് ടാസ്ക് മാനേജർ. അതായത് എന്റെ ലക്ഷ്മിപ്രിയയിലെക്കാട്ടും ഒരു കമ്മിറ്റ് കൂടുതലുണ്ട്, ഒരു എഡിറ്റ് കൂടുതലുണ്ട്. എനിക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓപ്പൺ പുൾ റിക്വസ്റ്റ് കൊടുക്കാം. ഓപ്പൺ പുൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഹായ് ഞാൻ എന്തെങ്കിലും കൊടുത്തു, ഞാൻ ഇവിടെ എന്താണ് ചേഞ്ചസ് വരുത്തിയത്, പിന്നെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഞാൻ എന്തൊക്കെ ചേഞ്ച് വരുത്തി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാല് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കാം. അതേ റിക്വസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നോ കോൺഫ്ലിക്ട് വിത്ത് ബേസ്. എനിക്ക് ഇവിടെ മെർജ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഇതിന് ആക്സസ് ഇല്ല. ലക്ഷ്മിയുടെ ഈ ഒരു പ്രൊജക്ടിന് എനിക്കൊരു ആക്സസ് ലക്ഷ്മി തന്നിട്ടില്ല, ഞാൻ കൊളാബറേറ്റർ അല്ല. ഇല്ലായിരുന്നു എനിക്ക് തന്നെ ഇവിടെ ഡയറക്റ്റ് മെർജ് ചെയ്യാൻ. അപ്പൊ ഇനിയിപ്പോ ലക്ഷ്മിക്ക് ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് ലക്ഷ്മിക്ക് വേണമെങ്കിൽ ഇത് മെർജ് ചെയ്യാം, നല്ലതാണ് കുഴപ്പമില്ല എന്നൊക്കെ നോക്കിയിട്ട് മെർജ് ചെയ്യാം. അപ്പൊ ഇതാണ് മെയിൻലി നമ്മൾ എന്താ പറയാ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ഏതിലൊക്കെ എടുത്തിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യരുത്. നമുക്കറിയാം നന്നായിട്ട് ചെയ്യുമെങ്കിൽ മാത്രം അങ്ങനെ ജസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അല്ലാതെ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. ഇപ്പം ലിനക്സിന്റെ കേണലിൽ ഞാനൊരു കോൺട്രിബ്യൂട്ടർ ആണ്, അല്ലെങ്കിൽ ലിനക്സിന്റെ ഇതിന്റെ ഒരു കോൺട്രിബ്യൂട്ടർ ആണ് ഞാനെന്ന് പറഞ്ഞ് നമ്മൾ റെസ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ആയിരിക്കും. നമ്മൾ അതുപോലെ ഓപ്പൺ സോഴ്സിൽ എന്തെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസ്യൂമിൽ നല്ല വാല്യൂ ആയിരിക്കും. അപ്പൊ മാക്സിമം അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ഇതുവരെ അങ്ങനെ ഓപ്പൺ സോഴ്സിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പം മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ബഗ് എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് കോഡിംഗ് റിലേറ്റഡ് ഒന്നും അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്യൂസ് പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ന്യൂ ഇഷ്യൂ, എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഇത് കുറച്ചും കൂടി UI സെറ്റ് ആവാനുണ്ട്, UI സെറ്റ് ആക്കണം, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഇഷ്യൂസ് ഇടാം. ഇപ്പൊ എനിക്ക് കോഡിംഗ് അറിയില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്തെങ്കിലും കൊടുത്തു ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് വന്നു നടക്കും. അപ്പൊ ലക്ഷ്മിക്ക് തന്നെ നോക്കിയിട്ട് UI ഒന്ന് സെറ്റ് ആക്കണം, അല്ലാണ്ട് ലക്ഷ്മിക്ക് തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. പക്ഷെ അത് കോൺട്രിബ്യൂട്ടേഴ്സിനൊന്നും ആടാവില്ല. എങ്കിലും ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇങ്ങനെ പറയാം, ഇതൊന്ന് സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഓപ്പൺ സോഴ്സ് നമ്മൾ നോക്കി, ഓപ്പൺ സോഴ്സിൽ എങ്ങനെയാണ്, എന്താണ് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്, എന്താണ് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കോഡ് ഈസ് പബ്ലിക്കലി അവൈലബിൾ അലവിങ് എനിവൺ ടു വ്യൂ, യൂസ്, മോഡിഫൈ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്. ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെന്താ, നമ്മൾ ഫോർക്ക് ചെയ്തു, നമ്മൾ ആ ലക്ഷ്മിയുടെ ഫോർക്ക് എന്റെ ഞാൻ കോപ്പി പേസ്റ്റ് ഒരു ക്ലോൺ ഉണ്ടാക്കിയിട്ട പോലെ
ഒരു ഡെമ്മി ഉണ്ടാക്കിയിട്ട് യുവർ ഓൺ കോപ്പി ഓഫ് സമ്മോൺ എൽസ് ഗിറ്റ് പ്രപ്പോസൽ അണ്ടർ യുവർ ഗിറ്റ് അക്കൗണ്ട്. ഇപ്പം ഞാനിപ്പോ